ഇത്രയധികം ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ച മറ്റൊരു പുരുഷൻ, വ്യക്തി ലോകത്ത് ഇന്നും ജനിച്ചിട്ടില്ല. ശ്രീകൃഷ്ണന്റെ ജീവിതം മുഴുവൻ പ്രശ്നപൂരിതമായിരുന്നു, പരിപൂർണ ജീവിതം. ഈ നിലയിൽ ശ്രീരാമചന്ദ്രൻ പൂർണ്ണ പുരുഷോത്തമനല്ലേ? രാമനെ നാം മനസ്സിലാക്കുക, രാമൻ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയല്ല. രാമൻ ധർമ്മമൂർത്തി മാത്രമാണ്. നമ്മൾ രാമനെയും കൃഷ്ണനെയും മനസ്സിലാക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകരുത്. രാമനെയും കൃഷ്ണനെയും ഒരിക്കലും താരതമ്യ പഠനം ചെയ്യരുത്. ഇന്ന് കേരളത്തില് മാത്രമല്ല, ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും മറ്റു സാംസ്കാരിക സംഘടനകൾ, ഇപ്പൊ സതീശേട്ടൻ ഇന്ന് വരുന്നത് ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈയിൽ അവിടെ NSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് സതീശേട്ടൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഈ ആത്മീയ തലത്തില് യുവാക്കളെ, സതീശേട്ടൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് യുവാക്കളെയാണ്. ആ യുവാക്കളെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാനുള്ള അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സതീശേട്ടൻ. ഇന്നീ ദിവസം സതീശേട്ടനെ പോലുള്ള ഒരു മഹത് വ്യക്തിത്വത്തെ നമുക്ക് ഒരു പ്രഭാഷണത്തിൽ കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. നമ്മൾ കുറേ നാളായിട്ട് സതീശേട്ടനെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരുന്നതാണ്, സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. എന്തുകൊണ്ടും ദേവീയ നാമത്തിൽ സതീശേട്ടനെ ഈ പരിപാടിയിലേക്ക് ദേവസ്വം കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ, ദേവിയുടെ തിരുനടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സപ്താഹവേദിയിൽ ആരാധ്യനായ ഈ യജ്ഞത്തിൻ്റെ ആചാര്യൻ ഇന്ന് ഇവിടെ നിശ്ചയിക്കപ്പെട്ട പ്രഭാഷണം കേൾക്കുവാനായി വന്നു ചേർന്ന എൻ്റെ കുടുംബാംഗങ്ങളായ, ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ജീവിത മൂല്യങ്ങൾ എന്തൊക്കെ, ഇതാണ് പ്രഭാഷണത്തിന്റെ വിഷയം. 1 മണിക്കൂറും 20 മിനിറ്റുമാണ് പറയാൻ എൻ്റെ മനസ്സിൽ. അതായത് 8:20, 8:22 അത്രയ്ക്കേ പോവുള്ളൂ, അതിൻ്റെ അപ്പുറം പോവില്ല. അതുകൊണ്ട് നിങ്ങൾ സമയം നോക്കണ്ട, ഞാൻ നോക്കും. മൊബൈല് ചെവിയിൽ വെച്ച് എഴുന്നേറ്റ് പോണ ഏർപ്പാട് വേണ്ട. 8:20 നിർത്തിക്കൊള്ളാം. ഏതൊരു നാമം കേൾക്കുന്ന മാത്രയിലാണോ മനസ്സിൽ ആനന്ദത്തിന്റെ ഓളമുണ്ടാക്കുന്നത്, ആ നാമമാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത്. ഭഗവാൻ എന്ന് ചേർത്ത് വിളിക്കും നമ്മൾ. ഭഗം ആർക്കുണ്ടോ, ആരിലുണ്ടോ അവരെ നാം ഭഗവാൻ എന്നും, അത് സ്ത്രീയാണെങ്കിൽ ഭഗവതി എന്നും പറയും. ഭഗം എന്ന് പറഞ്ഞാൽ 6 സദ്ഗുണങ്ങൾ ഒരുമിച്ച് ഒരാളിൽ ചേർന്നിരിക്കുന്ന അവസ്ഥ. ഐശ്വര്യസ്യ സമഗ്രസ്യ, ധർമ്മസ്യ യശസ്ശ്രിയ, ജ്ഞാന വൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതിരിതി എന്ന് പറയും. സമഗ്രമായ ഐശ്വര്യം ഉണ്ടാകണം, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 സദ്ഗുണങ്ങൾ ഒരുമിച്ച് ഒരാളിൽ ഒരേ സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ, ആ വ്യക്തി പുരുഷനാണെങ്കിൽ ഭഗവാൻ എന്നും സ്ത്രീയാണെങ്കിൽ ഭഗവതി എന്നും പറയും. അങ്ങനെയാണ് ഈ ഭഗവ ശബ്ദത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഈ 6 സദ്ഗുണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മളിലൊക്കെ ഇതിലേത് സദ്ഗുണമുണ്ടോ? സമഗ്രമായ ഐശ്വര്യം ഉണ്ടോ? ഇനി ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. വൈരാഗ്യം ഉണ്ടാവും, മലയാളിയുടെ വൈരാഗ്യം. ആരെങ്കിലും ഇഷ്ടപ്പെടാത്തവരെ കണ്ടാൽ, വഴക്കടിച്ചവരെ കണ്ടാൽ മുഖം വീർപ്പിച്ച് മിണ്ടാതെ നടക്കുന്ന സ്വഭാവമല്ല ഇവിടെ വൈരാഗ്യം. രാഗം ഇല്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം. ഡിറ്റാച്ച്മെന്റ് എന്ന് നമ്മൾ പറയുന്നതാണ് വൈരാഗ്യം.
നമുക്ക് ലഭ്യമായ ഒന്നിനെ ചേർത്തു വച്ച് അതുമായി അങ്ങ് അനുശയനം ചെയ്ത് അതുമായി അങ്ങ് രമിച്ച് ചേർന്നിരുന്നാൽ അത് രാഗമാണ്. കിട്ടിയ ഒന്നിനെ ചേർത്ത് വെച്ചിരിക്കുന്നത് രാഗം. കിട്ടാത്ത ഒന്നിനെ എനിക്കൊരിക്കലും ലഭ്യമല്ല, കിട്ടില്ല, പക്ഷെ ആ ഒന്നിനെ എനിക്ക് ആഗ്രഹപൂർത്തീകരണത്തിന് വേണം എന്നുള്ള ഭാവമാണ്, ആഗ്രഹമാണ് കാമം എന്ന് പറയുന്നത്. ഒരിക്കലും എനിക്ക് ലഭ്യമല്ലാത്ത ഒന്ന്, പക്ഷെ സുഖഹേതുവായി എനിക്ക് വേണം. അത് കിട്ടാൻ വേണ്ടി പലതും ചെയ്തു. ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കും. ചെറിയ ചിരി പുഞ്ചിരി ഒക്കെ ഉണ്ടാവും. ഞായറാഴ്ച ദിവസം മുടങ്ങാതെ ക്ഷേത്രത്തിൽ പോകും. ഒരു കണ്ണേറ് കിട്ടിയാൽ അത്രയും സന്തോഷം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു മൊബൈൽ, ഇഷ്ടപ്പെട്ട ഒരു പേന, അത് കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അങ്ങനെ എനിക്ക് ഒരു കാരണവശാലും കിട്ടാത്ത, എനിക്ക് വന്നു ചേരാത്ത ഒന്ന് സുഖഹേതുവായി എനിക്ക് വേണമെന്ന ആഗ്രഹമാണ് കാമം. കിട്ടാത്ത ഒന്നിനോടാണ് കാമം ഉണ്ടാകും. കിട്ടിയ ഒന്നിനോടാണെങ്കിൽ രാഗം. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുന്നതിനെ അനുരാഗം എന്ന് വിളിക്കുക, അല്ലാതെ അതിനെ കാമം എന്ന് വിളിക്കില്ല. അനുരാഗമാണ്. ഈ രാഗം ഒഴിവായ അവസ്ഥ എന്തോ അതാണ് വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ്. ഭക്തി ജ്ഞാന വൈരാഗ്യത്തിനാണ് ഭാഗവതം. ഭക്തി ജ്ഞാന വൈരാഗ്യം എന്ന 3 മൂല്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഭാഗവത കഥകളെല്ലാം. ഇത് മനസ്സിലാക്കിയിട്ടാണോ ഭാഗവതത്തിലെ ഓരോ കഥകളും ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുന്നത്? നമ്മൾ കേൾക്കുന്നത് ഈ ഭാവനയിലാണെങ്കിൽ ഓരോ കഥയെയും ഈ മൂല്യങ്ങളുമായി ചേർത്ത് വച്ച് കേൾക്കണം. നമ്മുടെ ജീവിതവുമായി അതിന് നേരിട്ട് എന്ത് ബന്ധമുണ്ട് എന്ന് ചിന്തിക്കണം. ഇതിൽ ഏത് ജീവിത മൂല്യമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ ഒരു ഭാഗവത സപ്താഹം കഴിയുന്നതോടുകൂടി ഇന്നലെ ഇല്ലാത്ത തരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൂല്യം വർദ്ധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കൂർത്തുമൂർത്ത സ്വഭാവത്തിൻ്റെ വൈചിത്ര്യം ചിലതെല്ലാം ഒന്ന് തേഞ്ഞു മാഞ്ഞു പോകണം. ഞാൻ അറിയാതെ മാറിപ്പോണം. അങ്ങനെ ഒരു 10 വർഷം 25 വർഷം ഭാഗവത സപ്താഹം കേട്ടാൽ ഭഗവാനാകും. ഭഗം എന്ന ഭാവം നമ്മളിലുണ്ടാവും. അല്ലാതെ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ ഉണ്ടാവില്ല. സുന്ദരമായ മുഖം എന്തായാലും ഉണ്ടാവും. കൃത്യമായി കേട്ടാൽ ഈ ഗുണങ്ങൾ അത്രയുണ്ടെങ്കിൽ ആ മുഖവും കിട്ടും. അതുകൊണ്ട് ആ ഭാഗവതത്തിന്റെ കേന്ദ്ര കഥാപാത്രമായ കൃഷ്ണനെ, നമ്മുടെ മനസ്സിലൊരു കൃഷ്ണനുണ്ട്, തൽക്കാലത്തേക്ക് ആ കൃഷ്ണനെ അങ്ങ് മാറ്റി വെക്കണം. ആ കൃഷ്ണനും ഈ കൃഷ്ണനും തമ്മിൽ ചേരില്ല. എന്താണ് ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിത്വത്തിന്റെ ജീവിതവും നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രായത്തിലിരുന്ന് കൃഷ്ണനിൽ നിന്ന് എന്ത് പഠിക്കണം? അതിന് ശ്രീകൃഷ്ണനെ പൂർണ്ണ പുരുഷോത്തമൻ എന്ന വിളിക്കുക, ഉത്തമനായ പുരുഷൻ എന്ന വിളിക്കുക. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ പൂർണ്ണാവതാരം എന്നാണ് കൃഷ്ണനെ വിളിക്കുക. എന്തുകൊണ്ടായത്? 2 കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത്തെ കാരണം, ശ്രീകൃഷ്ണൻ ദേഹം സ്വീകരിച്ചത് മുതൽ ദേഹം ത്യജിക്കുന്നത് വരെ, ശ്രീകൃഷ്ണൻ ജനിച്ച കാലം മുതൽ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഏതിലൂടെ? ശ്രീകൃഷ്ണന്റെ ജീവിത കഥ ആദ്യം പറഞ്ഞത് മഹാഭാരതമാണ്. അതുകൊണ്ട് തന്നെ ആധികാരികമായ കൃഷ്ണന്റെ ജീവിത രേഖ മഹാഭാരതമാണ്. മഹാഭാരതത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നാം ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. വിവാഹം കഴിഞ്ഞ് പുത്രസമേതനായ കൃഷ്ണനെ കുറിച്ചാണ് മഹാഭാരതം പറയുന്നത്. അതിൽ ബാലലീലകളില്ല, കൗമാരക്കാലമില്ല, വിവാഹം വരെയുമില്ല. ദ്രൗപദിയുടെ സ്വയംവര മണ്ഡപത്തിൽ വെച്ചാണ് നാം കൃഷ്ണനെ ആദ്യമായി മഹാഭാരതത്തിലൂടെ കാണുന്നത്. അതുകൊണ്ട് ഒരു മുതിർന്ന കൃഷ്ണനെ, ഒരു 30 കഴിഞ്ഞ കൃഷ്ണനെയാണ് മഹാഭാരതത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള കൃഷ്ണനും, അതിനാണ് ഭാഗവതം നമുക്ക്.
ഭാഗവതത്തിൽ ജനനം മുതൽ മരണം വരെ ഉണ്ട് എങ്കിലും ശ്രീകൃഷ്ണന്റെ ബാലലീലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത കൃഷ്ണനെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് മഹാഭാരതം ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ഒരു ജീവിതരേഖയാണ്. ഭാഗവതം ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായ ജീവചരിത്രമാണ്. പോരാ, ഹരിവംശം ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. നമ്മുടെ പുരാണങ്ങളിലൊന്നായ ബ്രഹ്മവൈവർത്തകവും ശ്രീകൃഷ്ണന്റെ ജീവചരിതം നമുക്ക് ലഭ്യമാണ്. ഇങ്ങനെ 4 പുസ്തകങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് കൃഷ്ണനെ പഠിക്കാനും അറിയാനും പറ്റും. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ജീവിത കഥ, ശരീരം സ്വീകരിച്ചത് മുതൽ ശരീരത്തെ ത്യജിക്കുന്നത് വരെ, വിസർജിക്കുന്നത് വരെ കൃഷ്ണനെ കുറിച്ച് നമുക്ക് ചരിത്രരേഖയുണ്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പരിപൂർണ വ്യക്തിത്വമാണ്, പുരുഷോത്തമനാണ്, മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ പൂർണ്ണാവതാരമാണ് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഒരു പുരുഷനെ സംബന്ധിച്ച് ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ സ്വീകാര്യതയാണ്, പരിപൂർണതയാണ് ഒരു വ്യക്തി. ആ വ്യക്തി 4 തലങ്ങളിലൂടെ തന്നെ കടന്നു പോകണം. ഇത് 4ഉം ജീവിതത്തിൽ അനുവർത്തിക്കണം. അതിനുവേണ്ടി ധർമ്മം എന്നുള്ള ഒരു പരമമായ തലത്തിൽ നിന്ന്, അടിത്തറയിൽ നിന്ന്, ആത്മഭാവത്തിൽ നിന്ന് അർത്ഥവും കാമവും ഭുജിച്ച് സമാപനത്തിൽ ഇതിൻ്റെ നിസാരതയെ മനസ്സിലാക്കി 4ാമത്തെ തലമായ നമ്മളുടെ ജീവിത ലക്ഷ്യമായ മോക്ഷം എന്ന് പറയുന്ന പരമ പദവിയിലേക്ക് എത്തണം. ഇങ്ങനെ 4 മേഖലയിലും 4 തലത്തിലും ഒന്നൊന്നിനോട് മെച്ചമായി തൻ്റെ ജീവിതത്തെ ഉപയോഗിച്ച വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെ മറ്റൊരാളും നമ്മുടെ ഈ ഭൂമുഖത്ത് ഇതുവരെ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും പ്രകടിത രൂപമാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ടും ശ്രീകൃഷ്ണൻ പൂർണ്ണ വ്യക്തിത്വമാണ്, പൂർണ്ണാവതാരമാണ്, പൂർണ്ണ പുരുഷോത്തമനാണ്. ഇതാണ് രണ്ടാമത്തെ കാരണം. ക്ലിയർ ആണ്? ഇത് പഠിച്ചു വെച്ച്, ഓർത്തു വെച്ച് 2 തരത്തിൽ ശ്രീകൃഷ്ണന്റെ ഈ ഭാവം കാണണം. ഒന്ന്, ജീവചരിത്രം പരിപൂർണമായി 4 ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കുന്നു. 2, ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ പ്രകടീകൃത ഭാവമാണ് കൃഷ്ണൻ. അതുകൊണ്ട് ഈ 2 കാരണങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമാണ്, പൂർണ്ണ പുരുഷോത്തമനാണ്. ഉടനെ ഒരു സംശയം വരാം, അപ്പോൾ രാമനോ? ശതായു പുരുഷ, 100 വയസ്സാണ് പുരുഷന്റെ ആയുസ്. 100 വയസ്സ് വരെ കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടുണ്ട്. മഹാഭാരതത്തിന്റെ കണക്കിൽ 101 ചേർന്ന് മരണപ്പെട്ടു. മഹാഭാരതത്തിന്റെ കണക്ക് കുറച്ചുകൂടി വിശ്വാസത്തിലെടുക്കാം. കാരണം കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസൻ എഴുതി വെച്ച മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനോടൊപ്പം ജീവിച്ച്, കൃഷ്ണനെ കണ്ട് ഒരുമിച്ച് സംസാരിച്ച്, ഒരുമിച്ച് വിശേഷങ്ങൾ പരസ്പരം പറഞ്ഞവരായതുകൊണ്ട് ആ ജീവചരിത്രത്തിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്, നമുക്ക് പ്രമാണമായി സ്വീകരിക്കാം. ഈ നിലയിൽ വ്യാസൻ എഴുതിയ ജീവചരിത്രം അനുസരിച്ച് നമുക്ക് 100 വയസ്സ് പൂർണ്ണമായും ജീവിച്ച വ്യക്തിത്വമാണ് കൃഷ്ണൻ. എന്നാൽ രാമൻ 55 വയസ്സ് ചേർന്ന് ജീവിച്ച വ്യക്തിത്വമാണ്. 55 വയസ്സോടുകൂടി രാമന്റെ ജീവിതം അവസാനിച്ചു. അതായത് രാമനേക്കാൾ അത്ര തന്നെ വീണ്ടും ജീവിച്ചു കൃഷ്ണൻ. പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ശ്രീകൃഷ്ണന് 101, രാമൻ 55. വാൽമീകി രാമായണം ശ്രദ്ധിച്ചാൽ ഓരോ സമയത്തും പ്രായം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സീത പറയുന്നുണ്ട്, ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ പ്രായം കുറച്ചു പറയില്ല, അത് ഉറപ്പ്. തൻ്റെ പ്രായം കുറച്ചു പറഞ്ഞാലും ഭർത്താവിന്റെ പ്രായം കുറച്ചു പറയില്ല. സീത വിവാഹം കഴിഞ്ഞതും എത്ര വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചുവെന്നും, എന്ന് വനവാസത്തിനിറങ്ങിയെന്നും, ഇപ്പോൾ എത്ര വർഷമായി എന്നും ജാതകക്കുറിപ്പ്, തലക്കുറി അടക്കം രാവണനോട്, അല്ല സന്യാസവേഷധാരിയായിട്ടുള്ള ആ സന്യാസിയോട് പറയുന്നുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് തലക്കുറി കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കഷ്ടകാലം വന്ന അങ്ങനെയാണ്, ആരും പറഞ്ഞു പോകും. ഒരു പരിചയമില്ലാത്തവന് തൻ്റെതായ സർവ്വതും അയച്ചു കൊടുക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുക എന്ന സ്വഭാവം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ വാൽമീകി രാമായണത്തിൽ ഓരോരുത്തരുടെയും പ്രായം കൃത്യമാണ്, നമുക്ക് മനസ്സിലാക്കാം. ഈ നിലയിൽ ശ്രീരാമചന്ദ്രൻ പൂർണ്ണ പുരുഷോത്തമനല്ലേ? രാമനെ നാം മനസ്സിലാക്കുക, രാമൻ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയല്ല. രാമൻ ധർമ്മമൂർത്തി മാത്രമാണ്.
നമ്മൾ രാമനെയും കൃഷ്ണനെയും മനസ്സിലാക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകരുത്. രാമനെയും കൃഷ്ണനെയും ഒരിക്കലും താരതമ്യ പഠനം ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. രണ്ടുപേരും രണ്ട് ഉദ്ദേശശുദ്ധിയിൽ 1000 വർഷത്തെ വ്യത്യാസത്തിൽ, രണ്ടുപേരുടെയും ജീവിതത്തിന്റെ വർഷം നോക്കിയാൽ രാമൻ ജനിച്ച 1000 വർഷം കഴിഞ്ഞു കൃഷ്ണൻ ജനിക്കാൻ. അപ്പോൾ രണ്ടുപേരും ജീവിച്ച ആ കാലഘട്ടം, സമൂഹം, ആ കാലഘട്ടത്തിലെ നിയമങ്ങൾ എല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ രണ്ടുപേരെയും മനസ്സിലാക്കണം. പക്ഷെ താരതമ്യ പഠനം ചെയ്യരുത്. പ്രത്യേകിച്ചും മഹാപുരുഷന്മാരെ താരതമ്യം ചെയ്യരുത്, പലരെയും താരതമ്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ പോലെ അല്ല രാമൻ. രാമൻ ധർമ്മമൂർത്തിയാണ്, രാമൻ ധർമ്മമാണ്. അപ്പൊ അർത്ഥവും കാമവും രാമന് കൃഷ്ണനെ പോലെ ഉണ്ടായിരുന്നില്ല എന്നാണോ? ഇല്ല. രാമൻ അർത്ഥത്തെയും കാമത്തെയും ഉപയോഗിച്ചില്ല എന്നാണോ? അങ്ങനെയല്ല. രാമന് അർത്ഥമുണ്ടായിരുന്നു, രാമന് കാമവും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഒന്നുകൂടി ശ്രദ്ധിച്ച് രാമനെ മനസ്സിലാക്കണം. വാൽമീകി മാമുനി നമുക്ക് പറഞ്ഞു തന്ന ശ്രീരാമചന്ദ്രൻ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. വാൽമീകി രാമായണത്തിലെ ശ്ലോകം പഠിച്ചു വെക്കണം. രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാം ഇവ വാസവ. മാരീചൻ രാവണനോട് പറയുന്ന വാക്കാണ്. രാവണ, ഈ രാമൻ ആരാന്ന് നിനക്കറിയോ? സീത എന്ന് പറയുന്ന സ്ത്രീരത്നത്തെ എനിക്ക് സുഖഹേതുവായി വേണമെന്ന് ആഗ്രഹിച്ച കാമലംബടനായിട്ടുള്ള രാവണൻ സീതയെ തനിക്ക് ലഭ്യമാകാൻ വേണ്ടി സഹായത്തിന് ചെന്നതാണ് അമ്മാവനായ മാരീചന്റെ അടുത്ത്. രാമന്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം ജീവൻ രക്ഷപ്പെട്ട് രാമന്റെ ഭക്തനായി പർണകുടീരം സ്ഥാപിച്ച് മര്യാദക്കാരനായി ജീവിക്കുകയാണ് അദ്ദേഹം. ആ അമ്മാവന്റെ അടുത്താണ് രാമന്റെ ഭാര്യയായ സീതയെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ആ രാമന്റെ മഹിമ നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് വാൽമീകി രാമായണത്തിൽ മാരീചൻ പറയുന്ന വാക്കാണ്. ആരാ മാരീചൻ? ദുഷ്ടനാണ്. ആരാ മാരീചൻ? രാക്ഷസനാണ്. ആരാ മാരീചൻ? രാമനെ 2 പ്രാവശ്യവും അപായപ്പെടുത്താൻ, രാമന്റെ ജീവിതം തകർക്കാൻ ചെന്ന രാക്ഷസനാണ്. ആരാ മാരീചൻ? സീതാപഹരണത്തിന് രാവണനോടൊപ്പം ചേർന്ന് നിന്നവനാണ്. ആരാ മാരീചൻ? 100 കണക്കിന് സന്യാസിവര്യന്മാരെ കൊന്നൊടുക്കി അവരുടെ ചുടുരക്തം പാനം ചെയ്തവനാണ്, ക്രൂരനാണ്. ആ മാരീചൻ ഇപ്പൊ നന്നായി എന്നൊന്നും വിചാരിക്കണ്ട. പക്ഷെ മാരീചൻ രാമനെ ഭയന്ന് ആശ്രമം സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് എനിക്ക് സീതയെ വേണം എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ആരെക്കുറിച്ച് പേടിച്ച് ഭയപ്പെട്ട് ഒരു കാടിന്റെ ഒരു വശത്ത് പർണകുടീരവും സ്ഥാപിച്ചിരിക്കുന്നുവോ ആ മനുഷ്യൻ രാമനെ കുറിച്ച് പറയുന്നത് കേട്ടോ. രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇതാ രാമന്റെ മഹത്വം. നമുക്ക് ഒരാളെ ഇഷ്ടമല്ല എന്നിരിക്കട്ടെ, ഒരാൾ മുഖാന്തിരം നമ്മളുടെ ജീവിതം ഒരു പർണശാലയ്ക്കുള്ളിലായി എന്നിരിക്കട്ടെ, ലൗകിക ജീവിതത്തിൽ നിന്ന് മാറി നമ്മൾ സന്യസിക്കാൻ ഒരാൾ കാരണമായി എന്നിരിക്കട്ടെ, അതും അയാളോടുള്ള ഭയം കൊണ്ടാണ് സന്യസിച്ചത് എന്നും ഇരിക്കട്ടെ. ഒരാൾ തന്നെ കൊല്ലാൻ നോക്കി, അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നമ്മൾ നല്ലത് പറയൂ? പറയില്ല. പക്ഷേ തന്നെ കുറിച്ച് ഭയപ്പെടുന്നവനെ കുറിച്ച് പോലും നല്ലത് പറയിപ്പിക്കുന്നവനാ രാമൻ. രാമൻ എന്നാൽ രമിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. സർവരെയും ഒരുമിച്ച് ചേർക്കുന്നവനാണ് എന്നർത്ഥം. ലോകത്തെ മുഴുവൻ ഒരുമിപ്പിച്ച് ചേർക്കുന്ന രാമശബ്ദത്തിൽ രാക്ഷസന്മാർ പോലും രാമനോട് ചേർന്നിരുന്നു, രാമനെ പറ്റി നല്ലത് പറഞ്ഞിരുന്നു, രാമകാര്യത്തിലും ചേർന്നിരുന്നിരുന്നു. എന്നിട്ടും നമ്മുടെ നാട്ടിൽ പലർക്കും ഇത് മനസ്സിലാവുന്നില്ല. രാമൻ രമിപ്പിക്കുന്നവനാണ്, സർവരെയും ചേർക്കുന്നവനാണ്. ആ രാമൻ ധർമ്മമൂർത്തിയാണ്. ധർമ്മത്തിന് വിരുദ്ധമായി അർത്ഥം വന്നാൽ രാമൻ അർത്ഥത്തെ സ്വീകരിക്കില്ല. അയോധ്യ, സുഖം, രാജകൊട്ടാരം, സിംഹാസനം, സൈനികർ, എല്ലാ വിധത്തിലുമുള്ള സുഖ സൗകര്യങ്ങളും കിട്ടും രാമന്. പക്ഷേ ധർമ്മവിരുദ്ധമായി, സത്യവിരുദ്ധമായി എനിക്ക് അയോധ്യ വേണ്ട എന്ന് രാമൻ തീരുമാനിച്ചു. ധർമ്മത്തിന് വിരുദ്ധമായി കോടി കോടി പണം കിട്ടിയാലും, ഇന്ദ്രപ്രസ്ഥത്തിലെ അയോധ്യയിലെ സിംഹാസനം എനിക്ക് കിട്ടിയാലും രാമൻ അത് സ്വീകരിക്കില്ല. അതാ രാമൻ. അതുകൊണ്ട് രാമന് അർത്ഥം, സുഖം രാമന് വേണ്ട. ഇനി കാമമോ? ധർമ്മവിരുദ്ധമാണ് കാമമെങ്കിൽ രാമൻ അത് സ്വീകരിക്കില്ല.
അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഇത്രയും നല്ലൊരു സുന്ദരീരത്നം വേറെയില്ല. അംഗലാവണ്യങ്ങളുള്ള സുകുമാരാംഗിയായ മോഹനാംഗിയായ ഇതുപോലെ സൗന്ദര്യമുള്ള ഭീഷണാശാലിയായ ബുദ്ധി വൈഭവമുള്ള വകതിരിവുള്ള ഒരു പെൺകുട്ടി അന്നത്തെ കാലത്ത് വേറെയില്ല. കേവലം 32 വയസ്സ് തുടുത്ത യൗവനമുള്ള ഒരു പെൺകുട്ടി അന്നത്തെ കാലത്ത് കിട്ടാനില്ല. രാവണൻ പോലും തന്റെ അന്തഃപുരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടായിട്ടും മാരീചൻ പറയുന്നുണ്ട്, 1000 പേരില്ലേ നിന്റെ അന്തഃപുരത്തിൽ, അവരോട് അഭിരമിക്കൂ, സീതയെ വെറുതെ വിട്. ഇല്ല, ആ സീതയെ കണ്ടതോടുകൂടി രാവണൻ മനസ്സിൽ കേട്ടപ്പോഴേക്കും രാവണൻ ഇരിക്കപ്രതിയില്ലാത്ത രാവണൻ സീതയെ തനിക്ക് വേണം, എനിക്ക് എൻ്റെ ധർമ്മപത്നിമാരിലുള്ള അനുരാഗം പോലും അവളെ കണ്ടതിൽ പിന്നെ ഇല്ല എന്ന് പറഞ്ഞുവെങ്കിൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സുന്ദരീരത്നമായ സീതയെ ധർമ്മവിരുദ്ധമാണെങ്കിൽ രാമൻ ഉപേക്ഷിക്കും. രാമന് കാമം, ധർമ്മമാണ് രാമന് മുഖ്യം. പക്ഷെ കൃഷ്ണൻ ഇങ്ങനെയല്ല. ധർമ്മത്തിന് പ്രായോഗികത കൊണ്ടുവന്ന കൃഷ്ണൻ അർത്ഥത്തെയും കാമത്തെയും നല്ലപോലെ പൂജിക്കും. ഭാഗവതം അനുസരിച്ചാണെങ്കിൽ 8 ഭാര്യമാരും 80 മക്കളും ഉണ്ട് കൃഷ്ണന്. കാമത്തിൽ കൃഷ്ണൻ പുറകിലല്ല. 8 ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഓരോരുത്തരിലും 10 മക്കൾ വീതമുണ്ട് കൃഷ്ണന്. 10 മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാക്കുക, 10ന്റെ വൈപുല്യം കണ്ട് അത്ഭുതപ്പെടുകയല്ല വേണ്ടത്. 10 പേർ ഓരോരുത്തരിലും കൃഷ്ണൻ ഉണ്ടാകണമെങ്കിൽ ആ ദാമ്പത്യം എങ്ങനെയുള്ളതായിരിക്കും? ചുരുങ്ങിയത് 15 കൊല്ലം സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഈ 8 പേരുമായിട്ട് 8 പേരെയും കൊണ്ട് നടക്കണ്ടേ? പലരും പറയണത് ഒരെണ്ണം തന്നെ ഉണ്ടായിട്ട് കൊണ്ട് നടക്കാൻ പറ്റണില്ല എന്നാണ്. 8 എണ്ണത്തിലും 10 എണ്ണം വീതമുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ ദാമ്പത്യം എത്ര ഭദ്രമായിരുന്നു, സമ്പന്നമായിരുന്നു, സമൃദ്ധമായിരുന്നു. നമ്മുടെയോ കൃഷ്ണഭക്തന്മാരുടെ സ്ഥിതി എന്താ? കടുത്ത ദാരിദ്ര്യം. ശ്രീകൃഷ്ണനെ ഭജിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണന്റെ ഈ സമൃദ്ധമായ ജീവിതം അത് സ്വീകരിക്കാൻ തയ്യാറല്ല. ഇനി പോട്ടെ, ശ്രീകൃഷ്ണന്റെ അർത്ഥം നോക്കൂ. അന്നത്തെ കാലത്ത് ഏറ്റവും അധികം ധനമുണ്ടായിരുന്നു കൃഷ്ണന്റെ കയ്യിൽ. പാണ്ഡവന്മാർക്ക് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കാൻ പണം ഉണ്ടാക്കി കൊടുത്തത് ആരാ? അവർക്ക് വേണ്ട സ്ഥാവര ജംഗമ വസ്തുക്കൾ, എന്തിന് പുതയ്ക്കാനുള്ള കമ്പിളിപ്പുതപ്പ് മുതൽ രത്നാഭരണങ്ങൾ വരെ പാണ്ഡവന്മാരെ കൊടുത്ത് സഹായിച്ചത് ആരാ? ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണന്റെ കയ്യിൽ സമ്പത്ത് കോടിയായിരുന്നു. കൃഷ്ണഭക്തന്മാരായ നമ്മുടെ സ്ഥിതി എന്താ? നമ്മുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് എത്രയുണ്ടാവും? 1000 രൂപ, 500. ശ്രീകൃഷ്ണൻ കോടി പണത്തിന്റെ അധിപനായിരുന്നു. ശ്രീകൃഷ്ണൻ എല്ലാ വിധത്തിലുമുള്ള സുഖങ്ങളും അനുഭവിച്ചവനായിരുന്നു. എങ്ങനെ? ധർമ്മം തന്നെയായിരുന്നു അടിത്തറ. 1000 വർഷം കൊണ്ട് ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരത്തിൽ കടന്നപ്പോൾ ഉണ്ടായ പ്രായോഗിക ധർമ്മത്തെ ഉപയോഗിച്ച് ജീവിച്ച ജീവിതത്തിൽ സർവ്വവിധത്തിലും ഉയർന്ന വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണൻ മറ്റവതാരങ്ങൾ പോലെ വന്നു പോയ ആളായിരുന്നില്ല. എല്ലാ മേഖലയിലും വിരാജിച്ച വ്യക്തിത്വമായിരുന്നു. എങ്ങനെ നാം മനസ്സിലാക്കണം? ശ്രീകൃഷ്ണൻ ജീവിച്ച ത്രേതായുഗമല്ല, അത് ദ്വാപരമാണ്. ദ്വാപര യുഗത്തെ മനസ്സിലാക്കണം. ഒരാളുടെ വിശിഷ്ടത അളക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച ചുറ്റുപാടുകൾ കൂടി നാം പഠിക്കണം. ഏത് മഹാപുരുഷനെ കുറിച്ച് പഠിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, അദ്ദേഹം ജീവിച്ച സമൂഹം, ആ സമൂഹത്തിലെ നിയമങ്ങൾ, അത് അദ്ദേഹത്തെ എങ്ങനെ ബാധിച്ചു, ഇതെല്ലാം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമാണ് ഒരു വ്യക്തിത്വത്തെ നാം അളന്നെടുക്കുക. ശരിക്കും ശ്രീകൃഷ്ണൻ ജീവിച്ച ദ്വാപരം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം കൊണ്ടും തകിടം മറഞ്ഞ കാലമായിരുന്നു ദ്വാപരം. കാലുവാരലിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ, സ്വാർത്ഥതയുടെ, തമ്മിൽ തല്ലിന്റെ, കുശുമ്പിന്റെ എല്ലാ മൂല്യങ്ങളും, എന്താ പറയാ, എല്ലാ അളവും വിട്ട് നശിച്ച് നാമാവശേഷമായ ഒരു സാമൂഹ്യ അന്തരീക്ഷമായിരുന്നു സത്യത്തിൽ ദ്വാപരം എന്ന് പറയുന്നത്. ആ യുഗത്തിലെ പ്രശ്നങ്ങളെ ഒരു 4-5 ഉദാഹരണത്തിന് നാം മനസ്സിലാക്കണം. എന്നാലേ കൃഷ്ണന്റെ മഹത്വം നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിലുള്ള കൃഷ്ണൻ കുറെ ഓടക്കുഴലൂതി, കാലികളെ മേച്ച്, രാസലീലയാടി, ആനന്ദ നടനമാടി, കാളിയമർദ്ദനവും ഗോവർദ്ധന ധാരണവും ചെയ്ത് അവസാനം
വേടന്റെ അമ്പേറ്റ് മരണപ്പെട്ടു. അല്ല അല്ല അല്ല, ശ്രീകൃഷ്ണൻ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ത്രേതായുഗം കഴിഞ്ഞ് 1000 വർഷത്തിന് ശേഷം ദ്വാപരത്തിൽ വന്ന സാമൂഹ്യ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ ജീവിത മൂല്യങ്ങളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്? ആ ജീവിത മൂല്യങ്ങളെല്ലാം എങ്ങനെയാണ് തകർന്നു പോയത്? നമ്മൾ ഓരോന്ന് ഉദാഹരണത്തിന് വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മൂല്യത്തിന്റെ തകർച്ച ആചാര്യന്മാരായിരുന്നു. ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൽ ഒരു ഭരണാധികാരി, ഈ ഭരണാധികാരിയുടെ ഭരണകാര്യങ്ങളിൽ ഒന്നും ഏർപ്പെടാതെ ഭരണാധികാരിയെ ശരിയായ വിധത്തിൽ നയിച്ചിരുന്ന രാജഗുരുക്കന്മാരായിരുന്നു ഏതൊരു രാജ്യത്തിൻ്റെയും നട്ടെല്ല്. കാവി ധരിച്ച സന്യാസിമാരായിരുന്നു ഭരണക്രമത്തെ നിശ്ചയിച്ചിരുന്നത്. രാജാവ് എത്ര അഹങ്കാരം കാണിക്കുമ്പോഴും രാജാവിന്റെ അഹങ്കാരത്തെ, മുറ്റി നിൽക്കുന്ന അഹങ്കാരത്തെ, കാടത്തത്തെ മാറ്റി അദ്ദേഹത്തെ ധർമ്മനിഷ്ഠരാക്കിയിരുന്നത് ഈ കുലഗുരുക്കന്മാരായിരുന്നു, സന്യാസി വര്യന്മാരായിരുന്നു. രാജാവ് അട്ടഹസിച്ചുകൊണ്ട് പറയും, സർവ്വതിൻ്റെയും മേലെയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഈ സന്യാസി, ഈ ഋഷി ഒരു ചെറിയ ദണ്ഡെടുത്ത് രാജാവിന്റെ തലയിൽ തട്ടിയിട്ട് പറയും, ധർമ്മദണ്ഡോസി, നിന്നെ ധർമ്മം ദണ്ഡിക്കും, നീ ധർമ്മത്തിന്റെ കീഴെയാണ്, ധർമ്മമാണ് മുഖ്യം, അതുകൊണ്ട് ധർമ്മത്തെ കുറിച്ച് ചിന്തിക്കും. രാജാവ് എന്തും ബുദ്ധനാകും. രാജ്യഭരണം സമാധാനപരം, ധാർമ്മികം. അതുകൊണ്ട് ഈ കുലഗുരുക്കന്മാരായിരുന്നു സത്യത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണ നിർവഹണം. ഇവര് ശമ്പളക്കാരല്ല, ഇവർക്ക് ശമ്പളമില്ല. മാത്രമല്ല, രാജകൊട്ടാരത്തിന്റെ സുഖശീതളിമയിൽ ഇവരുടെ കണ്ണ് അഞ്ചിപ്പോയിട്ടില്ല, അത്ഭുതപ്പെട്ടിട്ടില്ല. രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു കൈ അകലത്തിൽ നിന്ന് രാജകൊട്ടാരത്തിൽ ഒരു സുഖവും അനുഭവിക്കാതെ, രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു രൂപ പോലും തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനെടുക്കാതെ, ചാണക്യനെ പോലെ അങ്ങനെയുള്ള വീരയോദ്ധാക്കൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അതുപോലെ ജീവിച്ച ഈ രാജകർത്താക്കളായിരുന്നു ഈ കുലഗുരുക്കന്മാർ. ഇവർക്ക് രാജാവിനെ പോലും വേണമെങ്കിൽ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. നമ്മൾ ഭാഗവതത്തിൽ വേനന്റെ കഥ പഠിക്കും. പൃഥുവിന്റെ പൂർവികനായ വേനന്റെ കഥ പഠിക്കുമ്പോൾ വേനനെ രാജസിംഹാസനത്തിൽ നിന്ന് പിടിച്ചു കളഞ്ഞ്, കശക്കി എറിഞ്ഞ് കൊന്നുകളഞ്ഞ രാജകർത്താക്കന്മാരുണ്ട്. രാജാവിനോടൊരു ബാധ്യതയുമില്ല, കാരണം ശമ്പളം പറ്റുന്നവരല്ല ഇവർ. ഈ സമ്പന്നത രാമന്റെ കാലത്ത് വളരെ ശ്രേഷ്ഠമായിരുന്നു. വസിഷ്ഠൻ, നാരദൻ, ശതാനന്ദൻ, ഇങ്ങനെ ധാരാളം, വിശ്വാമിത്രൻ, കേമന്മാരായിരുന്നു അന്നത്തെ ഗുരുക്കന്മാർ. അതുകൊണ്ട് ആ കാലത്തെ ഭരണനിർവഹണം കേമമായിരുന്നു. പക്ഷെ കൃഷ്ണന്റെ കാലത്ത് ഈ ഗുരുക്കന്മാരെല്ലാം വഴിതെറ്റി ഭോഗതൽപരരായി മാറി. ഭോഗിക്കുക, സുഖിക്കുക, ധനം സമാഹരിക്കുക എന്നത് മാത്രമായി ആ കാലഘട്ടത്തിൽ ആചാര്യന്മാരും ഗുരുക്കന്മാരും. ഇതിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങൾ 2 പേരാണ്, കൃപാചാര്യരും ദ്രോണാചാര്യരും. പണ്ട് ഒരു ആചാര്യന്റെ അടുത്ത് രാജകുമാരന്മാരെ പറഞ്ഞു വിടലായിരുന്നു പരിപാടി. പക്ഷെ ആദ്യമായി ആ ധർമ്മത്തെ നശിപ്പിച്ച് ദ്രോണർ ശമ്പളത്തിന് വേണ്ടി രാജകൊട്ടാരത്തിലേക്ക് ഞാൻ വിദ്യ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവിടുത്തെ സുഖം മുഴുവൻ അനുഭവിച്ച് രാജാവിന്റെ വേലക്കാരനെ പോലെ ശമ്പളവും പറ്റി ഒന്നും മിണ്ടാൻ പറ്റാതെ രാജകുമാരന്മാർ എന്ത് തെറ്റ് ചെയ്താലും അതിന് അംഗീകരിച്ച് കൂടെ നിൽക്കേണ്ട രാജപിണ്ഡങ്ങളായി മാറി മഹാത്മാരായ രാജഗുരുക്കന്മാർ. ഇതായിരുന്നു കൃഷ്ണന്റെ കാലത്തെ രാജഗുരുക്കന്മാരുടെ, കുലഗുരുക്കന്മാരുടെ അവസ്ഥ. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പറയുമ്പോൾ? നമ്മൾ ഇന്നത്തെ നമ്മുടെ രാജ്യവ്യവസ്ഥ കൂടി മനസ്സിൽ വെച്ച് വേണം ഇതെല്ലാം കേൾക്കാൻ. രാജഗുരുക്കന്മാർ വഴിതെറ്റിയാൽ സ്വാഭാവികമായും വഴിതെറ്റും. ആര്? ഒരു സംശയവുമില്ല, രാജാക്കന്മാർ. അതുകൊണ്ട് അന്നത്തെ രാജാക്കന്മാരെല്ലാം അങ്ങേയറ്റം സ്വാർത്ഥന്മാരായിരുന്നു. സ്വാർത്ഥന്മാർ മാത്രമല്ല, അവർ എല്ലാ വിധത്തിലും ധർമ്മമൂർത്തികളാകേണ്ട രാജാക്കന്മാർ അധർമ്മത്തെ മാത്രം വാരി പുൽകി നടന്നവരായിരുന്നു. അതിൻ്റെ ഒരു 3-4 ഉദാഹരണം നോക്കൂ. അന്നത്തെ രാജാക്കന്മാരിൽ ഒരാൾ ഹസ്തിനപുരത്തിലെ ദുഷ്യന്തൻ. ദുഷ്യന്തനെ നമുക്കറിയാം, ശകുന്തളയുടെ പേര് കേട്ടാൽ അറിയാത്ത ആരുമില്ല. ശകുന്തള ദുഷ്യന്തന്റെ രാജകൊട്ടാരത്തിൽ ദുഷ്യന്തനാൽ ലഭ്യമായ തൻ്റെ മകനായ ഭരതനുമായി ചെല്ലുന്നുണ്ട്. കണ്വാശ്രമത്തിലെ ആ താപസ കന്യക ദുഷ്യന്തന്റെ അടുത്ത് ചെല്ലുന്നത് ലോകവിവരമില്ലാത്ത പെൺകുട്ടിയായിട്ടല്ല, കരുത്തും ആർജവവും പാണ്ഡിത്യവും ലോകവിവരവുമുള്ള പെൺകുട്ടിയായിട്ടാണ്. ഞാൻ പറഞ്ഞത് കാളിദാസന്റെ ശകുന്തളയെ കുറിച്ചല്ല,
പറഞ്ഞത് വ്യാസൻ എഴുതി വെച്ച ശകുന്തളയെ കുറിച്ചാണ്. വ്യാസന്റെ ശകുന്തള ഒരു സിംഹികയാണ്. കാളിദാസന്റെ ശകുന്തള എട്ടും പൊട്ടും തിരിയാത്ത, ലോകപരിചയമില്ലാത്ത ഒരു പാവം പെൺകുട്ടി മാത്രമാണ്. പക്ഷേ വ്യാസന്റെ ശകുന്തളയെ ഒരിക്കലെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. പെൺകുട്ടികൾ എങ്ങനെയായിരിക്കണം എന്നതിന് ഒരബദ്ധമൊക്കെ പറ്റി, എന്നാലും അബദ്ധം നോക്കണ്ട, സുബദ്ധമായി സ്വീകരിക്കാൻ പറ്റുന്ന നിരവധിയുണ്ട് ഇത് ഇവരുടെ കയ്യിൽ. ആ രാജകൊട്ടാരത്തിൽ ചെന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന രാജാവ് എനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല എന്ന് പറഞ്ഞു. നോക്കണേ, രാജാവ് നുണ പറഞ്ഞാൽ പ്രജകൾ നുണ പറയുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. രാജാവ് ധർമ്മിഷ്ഠനല്ലെങ്കിൽ പ്രജകളും ധർമ്മിഷ്ഠരാകില്ല എന്ന് ചിന്തിച്ചിരുന്ന കാലമായിരുന്നു അത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ആള് ഞാനല്ല എന്ന നുണ പറഞ്ഞ രാജാവായിരുന്നു ദുഷ്യന്തൻ. അന്നത്തെ കാലത്ത് രാജാവ് നുണ പറഞ്ഞാൽ രാജ്യം നശിക്കും, അതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും ഒരു പക്ഷെ പറ്റില്ല. കാരണം എല്ലാ ദിവസവും എത്ര ഡസൻ നുണ പറയുന്നവരാ നമ്മൾ. ഇന്ന് നമുക്ക് ഒരു പക്ഷെ ഇതിന്റെ ഒന്നും അത്ഭുതം മനസ്സിലാവില്ല. സത്യാനപ്രമതിതവ്യം, ഒരിക്കൽ പോലും സത്യം പറയുന്നതിൽ നിന്ന് പിന്തിരിയരുത്, ഒരിക്കലും അസത്യം പറയരുതേ, നുണ പറയരുതേ എന്ന് പറഞ്ഞ വേദവാണിയെ തള്ളിക്കളഞ്ഞ് ചരിത്രത്തിൽ ആദ്യമായി ദുഷ്യന്തൻ എന്ന് പറയുന്ന രാജാവ് നുണ പറഞ്ഞു ശകുന്തളയുടെ മുഖത്ത് നോക്കി. ഇതാണ് ഒന്നാമത്തെ വീഴ്ച. രണ്ടാമത്തെ വീഴ്ച കംസനാണ്. അതുവരെയുണ്ടായിരുന്ന വ്യവസ്ഥയനുസരിച്ച് രാജ്യഭരണം അച്ഛന് ശേഷം മകൻ. ആദ്യമായി സ്വേച്ഛാധിപതിയായി തൻ്റെ അച്ഛനെ മസിൽ പവർ കൊണ്ട് പിടിച്ച് കാരാഗ്രഹത്തിലടച്ച് മധുരാധിപനായി, മധുരയുടെ രാജാവായി സിംഹാസനത്തിൽ ഇരുന്ന് തികച്ചും സ്വേച്ഛാധിപതിയായ കംസനാണ് രണ്ടാമത്തെ മാതൃക. അതുവരെ ഇല്ലാത്ത സ്വഭാവമായിരുന്നു ആദ്യമായി ദ്വാപര യുഗത്തിൽ കാണാൻ തുടങ്ങിയത്. മൂന്നാമത്തെ ആള് ജരാസന്ധനായിരുന്നു. ലോകത്തുള്ള യുദ്ധം ചെയ്ത് താൻ തോൽപ്പിച്ച സർവരെയും തോൽപ്പിച്ച് തൻ്റെ ആധിപത്യത്തിലേക്ക് പുലർത്താൻ ശ്രമിച്ച ആളായിരുന്നു ജരാസന്ധൻ. തികച്ചും സ്വേച്ഛാധിപതിയായിരുന്നു. അന്നത്തെ ലോകവ്യവസ്ഥയെ വെല്ലുവിളിച്ച വ്യക്തിത്വമായിരുന്നു ജരാസന്ധൻ. ഇതായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നരകൻ. നരകനെ അറിയില്ല, പക്ഷെ നരകാസുരൻ എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നരകൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടില്ല. യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന രാജാക്കന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുവന്ന സാധ്വീരത്നങ്ങളെയും തടവറയിലിട്ട് പുരുഷന്മാരെ ദേവീപ്രീതി എന്ന് പറഞ്ഞ് അവരുടെ കഴുത്ത് വെട്ടി കൊന്ന് കൊല വിളിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാക്കിയെടുത്തത് നരകനായിരുന്നു. അന്നത്തെ രാജാക്കന്മാരുടെ സ്ഥിതി കണ്ടോ? രാജഗുരുക്കന്മാർ തറപറ്റിപ്പോയി, രാജപിണ്ഡങ്ങളായി. രാജഭരണത്തിൽ ഇരുന്നാൽ തങ്ങൾക്കും സുഖമായി ജീവിക്കാം എന്ന് വന്നപ്പോൾ ആ സുഖലോലുപതയിൽ കണ്ണഞ്ചിപ്പോയ രാജഗുരുക്കന്മാർ ശരിയല്ലാത്തത് കൊണ്ട് നശിച്ചുപോയ രാജവംശം. ശ്രീകൃഷ്ണൻ എന്തിനാ അവതരിച്ചത് എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. രാസലീലയാടാനല്ല, കാലിയെ മേയ്ക്കാനല്ല, കംസനെ വധിക്കാനല്ല. ശ്രീകൃഷ്ണൻ ഒരു സമൂഹത്തെ ബാധിച്ച എന്തൊക്കെ മാറാവ്യാധികളുണ്ടോ ഈ മാറാവ്യാധികളെ ഉന്മൂലനം ചെയ്ത് മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഒരു വ്യക്തിയെ ആവശ്യമുണ്ടായിരുന്നു. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ശരി, രാജാക്കന്മാരുടെ അവസ്ഥ ഇത്. പണ്ഡിതന്മാരും ദാർശനികന്മാരുടെ അവസ്ഥയോ? ഇവരും ഭോഗതൽപരരായിരുന്നു. സുഖം സുഖം സുഖം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും സുഖമായിരിക്കണം. പോരാ, ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കണം, ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും സുഖമായിരിക്കണം. ഞങ്ങളുടെ സുഖം, ഞങ്ങളുടെ സമൃദ്ധി മാത്രം മനസ്സിൽ കണ്ട് ഈ പണ്ഡിതന്മാരും ദാർശനികന്മാരും എല്ലാം സ്വാർത്ഥതയുടെ ആരാധകരായി മാറിയ കാലമായിരുന്നു അന്ന്. എല്ലായിടത്തും പിടിച്ചുപറിയും തമ്മിൽ തല്ലും കള്ളന്മാരും ഒക്കെ നടമാടിയിരുന്ന കാലമായിരുന്നു ആ കാലം. ഈ കാലത്താണ് ശ്രീകൃഷ്ണന്റെ ജനനം. ഈ ജനനം നോക്കൂ, ആ സാമൂഹ്യ അന്തരീക്ഷത്തിനനുസരിച്ച് ശ്രീകൃഷ്ണനും ജനിക്കാൻ പറ്റൂ. അതാണ് അതിലും വലിയ രസം. നമ്മൾ ഏത് അന്തരീക്ഷത്തിൽ ജനിക്കുന്നുവോ ആ അന്തരീക്ഷത്തിൻ്റെതായ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളെ കുറിച്ച് അമ്മമാർ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? നമ്മുടെ
ഒരു 8ാം ക്ലാസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നു അവരൊക്കെ ഏതെങ്കിലും ഒരു ടീമിൽ പെട്ടുപോകുമോ, അവർ ഇന്നത്തെ മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയിട്ടുള്ള ലഹരികളിൽ ബാധിക്കപ്പെടുമോ, ഏതെങ്കിലും ഒരുവന്റെ കൂടെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ, പെൺമക്കളെ കുറിച്ചുള്ള വിഷമം, സങ്കടം, ഉദ്വേഗം, ഒരു സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാണെങ്കിൽ ആ അന്തരീക്ഷത്തിൽ ജനിക്കുന്നവർക്കും ഈ കലുഷിതമായ അന്തരീക്ഷത്തെ നേരിടേണ്ടി വരും. ശ്രീകൃഷ്ണനും ഇത് നേരിടേണ്ടി വന്നു. ശ്രീകൃഷ്ണൻ ജനിച്ച ആ ഒരു അന്തരീക്ഷവും പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കണം. ഇത്രയധികം ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ച മറ്റൊരു പുരുഷൻ, വ്യക്തി ലോകത്ത് ഇന്നും ജനിച്ചിട്ടില്ല. ശ്രീകൃഷ്ണന്റെ ജീവിതം മുഴുവൻ പ്രശ്നപൂരിതമായിരുന്നു, പരിപൂർണ ജീവിതവും സംഘർഷമായിരുന്നു ജീവിതം മുഴുവൻ. ജീവൻ അപകടപ്പെടുമോ എന്നുള്ള അവസ്ഥയായിരുന്നു കൃഷ്ണന്റെ ജീവിതം. അതുകൊണ്ട് ആ ജീവിതം ഒന്ന് നോക്കൂ. ജനിച്ചിട്ടില്ല, 8ാമനായി ജനിക്കാൻ പോകുന്നു എന്ന അശരീരി കേട്ടപ്പോഴേക്കും അച്ഛനും അമ്മയും ജയിലിലായി. നല്ല മോൻ, പിള്ളേരായ എങ്ങനെ വേണം, ജനിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഒരു 12 കൊല്ലം കഴിഞ്ഞ് ജനിക്കാൻ പോകണു എന്ന് കേട്ടപ്പോഴേക്കും അച്ഛനും അമ്മയും കാരാഗൃഹത്തിലായി. ഇതാണ് ശ്രീകൃഷ്ണന്റെ ജന്മവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ശ്രീകൃഷ്ണൻ ജനിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേക്കും സഹോദരന്മാർ ബാക്കിയുള്ളവരെ മുഴുവൻ കംസൻ കാലിൽ പിടിച്ച് പാറയിൽ തലയടിച്ച് ചേർത്ത് വെച്ച് ചിന്നിച്ചിതറിപ്പോയ തലയോട്ടികളും തലച്ചോറുകളും കൊണ്ട് സഹോദരന്മാർ മുഴുവൻ ചത്തൊടുങ്ങിപ്പോയി. നല്ല സഹോദരൻ അല്ലേ? ഇയാൾ വരാൻ പോണെന്ന് കേട്ടപ്പോഴേക്കും സഹോദരന്മാരുടെ സ്ഥിതി വളരെ കേമം. പോട്ടെ, ജനിച്ചത് എവിടെയാണ്? നമ്മളൊക്കെ നല്ല മെട്രോപൊളിറ്റൻ സിറ്റിയിലെ 8ഉം 9ഉം നിലയുള്ള ഒന്നിൽ നല്ല ശീതീകരിച്ച ലേബർ റൂമിലൊക്കെ സുഖമായി പ്രസവം. കൃഷ്ണൻ എവിടെയാ ജനിച്ചേ? കാരാഗൃഹത്തിൽ, ജയിലിൽ. കാരാഗൃഹം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീൽ കിട്ടില്ല. ജയിലില ജനിച്ചു. നമ്മളൊക്കെ ഒരു ദിവസം, നമ്മുടെ മക്കളൊക്കെ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ. അപ്പൊ നമ്മുടെ സ്ഥിതി ഒന്ന് പറയണം. നമ്മൾ ജനിച്ചത് ജയിലിൽ. ജയിലിലാണെങ്കിലും കുഴപ്പമില്ല, അമ്മയുടെയും അച്ഛന്റെയും സുഖം, പരിലാളനകൾ ഏറ്റ് സുഖമായി ജീവിച്ചുകൂടെ? അതിനും ഭാഗ്യമില്ല. അനിഷേധ്യമായി തനിക്ക് കിട്ടേണ്ട അമ്മയുടെ മുലപ്പാലൊന്ന് കുടിക്കാൻ ഭാഗ്യം വേണ്ടേ? അതിനും ഭാഗ്യമില്ല. തനിക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യമില്ലാത്തവൻ. ഇനി അന്ന് രാത്രി അവിടെ നിന്ന്, പട്ടണത്തിൽ നിന്ന്, മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്ന്, മധുരയിൽ നിന്ന് കുഗ്രാമത്തിലേക്ക്, കാലികളെ മേയ്ക്കുന്ന നിരക്ഷര കുച്ചികളുടെ ഗ്രാമത്തിലേക്ക്, ഒരു തരത്തിലുമുള്ള പട്ടണത്തിന്റെ സൗകര്യങ്ങളുമില്ലാത്ത ഒരു ഗ്രാമീണ സ്ഥലത്തേക്ക് പറിച്ചു നട്ടു ഈ പാവത്തെ. നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ കുടിയേറണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരാളിതാ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക്, കുഗ്രാമത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ബാല്യം. ഇനി ആ കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ പോവുകയാണ്. മഴ പെയ്ത് മഴ കൊണ്ട് കുഞ്ഞിന് ജലദോഷം വരുന്നെങ്കിലും വിചാരിക്കണ്ടേ? കണ്ടേ, ജനിച്ച കുഞ്ഞിനെ സാധാരണ 2-2.5 മാസം കഴിയണം സത്യത്തിൽ ഈ കുഞ്ഞിനെ ഒന്ന് പുറത്തിറക്കാൻ. പക്ഷേ ജനിച്ച ഉടനെ ആ കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ, പക്ഷെ ഒരു ഭാഗ്യം കിട്ടി, ജാതകർമ്മം കൃഷ്ണന് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. ഗർഭാധാനം, സീമന്തോനയനം, പുംസവനം, ജാതകർമ്മം. 4ാമത്തെ ജാതകർമ്മത്തിന് കൃഷ്ണന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കോ ഈ പറഞ്ഞ ഷോഡശ കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അനുഭവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമുണ്ടോ? ഈ ജാതകർമ്മം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ജാതകർമ്മം? കാര്യം ഞാൻ പറയട്ടെ. തറവാടിത്തത്തിന്റെ മഹിമ പറഞ്ഞ 10 മിനിറ്റെങ്കിലും വേണം പറയാൻ.
ഞങ്ങളുടെ തറവാട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിരുന്നു, ദിവാനുണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു, അമ്പാരി ഉണ്ടായിരുന്നു. ഈ കാണുന്ന നിലം മുഴുവൻ ഞങ്ങളുടേതാണ്. ശീതീകരിച്ച മുറിയുണ്ട്. 5000 സ്ക്വയർ ഫീറ്റാണ് വീട്. വേഗത്തിലോടുന്ന വാഹനങ്ങളുണ്ട്. ശരി ശരി, പാരമ്പര്യത്തിന്റെ നാരായ വേരുകൾ നനച്ചുയർന്ന് വലുതായ ഈ തറവാട്ട് മഹിമ പറയുമ്പോൾ ഷോഡശ കർമ്മങ്ങളിൽ ഒന്നായ ജാതകർമ്മം എന്താ ശരിക്കും? നമ്മുടെ വീടുകളിൽ നമ്മുടെ ആചരണത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഷോഡശ കർമ്മങ്ങളിൽ ഗർഭാധാനം മുതൽ ആരംഭിച്ച് അന്ത്യേഷ്ടി വരെയുള്ളതിൽ 4ാമത്തെ ആചരണമായ ജാതകർമ്മം ശരിക്കും എന്താ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജാതകർമ്മം ചെയ്തോ? പ്രസവത്തിന് മുൻപ് 3 എണ്ണമുണ്ട്. സീമന്തോനയനവും, പുംസവനവും, ആദ്യത്തെ ഗർഭാധാനവും. ഇത് 3ഉം നമ്മൾ ചെയ്തോ? സംസ്കാരം എന്നത് 16 എണ്ണമാണ്. ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെയാ. ഇതൊന്നും ചെയ്യാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംസ്കാരമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ സംസ്കാരത്തെ ഒന്നും അനുഷ്ഠിക്കാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംസ്കാരം കിട്ടിയില്ല എന്നാണ് അർത്ഥം. ഇന്നത്തെ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ജാതകർമ്മം, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആസന്ന പ്രസവയായി അടുത്ത ക്ഷണത്തിൽ പ്രസവമുണ്ട് എന്നറിഞ്ഞാൽ വീട്ടിൽ ഹോമം ചെയ്യും. വൈദികനും വൈദ്യനും ചേർന്നിരുന്ന് നടത്തുന്ന ഹോമം. ഈ ഹോമത്തിൽ വൈദ്യൻ നിശ്ചയിക്കുന്നതും വൈദികൻ ഉണ്ടാക്കുന്നതുമായ തീർത്ഥങ്ങളുണ്ട്. രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും അനുഗുണമായത്. തൻ്റെ പ്രാണനെ മുഴുവൻ ഒരു തീർത്ഥത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് വൈദികൻ ചെയ്ത ആ തീർത്ഥവും നമ്മൾ പുണ്യാഹം എന്ന് പറയുന്നതും ഇതെല്ലാം ചേർത്ത് വെച്ച ആ തീർത്ഥജലം പ്രസവിച്ച ഉടനെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കും. ഒന്ന് ആ സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു പെൺകുട്ടി പ്രസവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ 16 എണ്ണത്തിലും 15 എണ്ണത്തിലും നമുക്ക് ഹോമം നിർബന്ധമാണ്. വൈദികൻ ആവശ്യമാണ്. ആവശ്യമുള്ള സ്ഥലത്ത് വൈദ്യനും വേണം. അങ്ങനെ ശാസ്ത്രശുദ്ധിയായ യുക്തിഭദ്രമായ ഒരു ആചരണത്തിൽ ഈ പെൺകുട്ടി പ്രസവിച്ച ഉടനെ ഈ കുഞ്ഞിനെ ശുചിയാക്കുന്നതിന് മുൻപ്, വൃത്തിയാക്കുന്നതിന് മുൻപ് ആ കുഞ്ഞിനെ അങ്ങനെ തന്നെ എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. അച്ഛൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ വേദോസി, നീ വേദമാണ്, അറിവാണ് എന്നുള്ള മന്ത്രങ്ങൾ ചൊല്ലും. കുഞ്ഞിനോട് എപ്പോഴും പറയാ, നീ സത്യമാണ്, നീ ജ്ഞാനമാണ് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ പറയാ. ഇപ്പൊ നമ്മളൊക്കെ എന്താ കുഞ്ഞുങ്ങളോട് പറയാ? ആരാരോ ആരിരാരോ ആരാ ഒരു വെടിയില്ല എന്നൊട്ട് തുടങ്ങിയത്. ഇതിപ്പോ എന്താ സംഭവം? അത് നീ ആരാ? എത്ര വലിയ തത്വം പറയണേന്ന് അറിയോ ഇത്? മദാലസ എന്ന് പറയുന്ന മഹാരാജ്ഞി തൻ്റെ പുത്രന്മാരെ മുഴുവൻ ഉറക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ നിരഞ്ജനാണ്, നീ ജ്ഞാനമാണ് എന്നൊക്കെ പാടി ഉണർത്തുന്ന അമ്മമാരുണ്ടായിരുന്നു. അച്ഛൻ ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ ഗായത്രി ചൊല്ലും. നാവ് വാ പിളർക്കാനൊന്നും പാടില്ല, എന്നാലും ഓങ്കാരം എഴുതും. ഇതൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കും. നേരത്തെ വൈദ്യനും തയ്യാറാക്കി വെച്ച ആ തീർത്ഥം കൊണ്ട് ഈ പെൺകുട്ടി തൻ്റെ വലത് മുല കഴുകി, രോഗ പ്രതിരോധത്തിന് ഏറ്റവും നല്ല ആ മരുന്ന് വൈദ്യം തൻ്റെ വലത് മുല കഴുകി ഒരു പ്രാവശ്യം കുഞ്ഞിനെ കുടിപ്പിക്കും. അതിനുശേഷം അതേ തീർത്ഥം കൊണ്ട് ഇടത് മുല കഴുകി കുഞ്ഞിനെ ഒരു പ്രാവശ്യം കുടിപ്പിക്കും. ഇത്രയും ചെയ്താൽ ജാതകർമ്മമായി. അല്ലാണ്ട് ജാതകമെഴുത്തല്ല ജാതകർമ്മം. ഇത്രയും ക്രിയ ചെയ്താൽ ആരോഗ്യമുള്ള കുഞ്ഞ്, ആരോഗ്യമുള്ള അന്തരീക്ഷം, ആരോഗ്യമുള്ള സംവിധാനം, പാരമ്പര്യത്തിന്റെ മന്ത്രധ്വനികളുടെ സഹായം, ഇതെല്ലാം ചേർത്ത് ഒരു സംസ്കാരം രൂപാന്തരപ്പെടുകയാണ്. ശ്രീകൃഷ്ണന് പ്രസവിച്ച ഉടനെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അച്ഛൻ ചൊല്ലിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും വസുദേവർ, നീ ജ്ഞാനമാണ്, വേദമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഏതായാലും കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി ഒരു തുള്ളിയിൽ നിന്ന് മഹാസാഗരം പോലെ പെയ്തിറങ്ങുന്ന ആ രാത്രിയിൽ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക് ഒരച്ഛൻ യാത്ര ചെയ്യാണ്. മഴ, വമ്പിച്ച മഴ, അലറിക്കരയുന്ന കാർമേഘങ്ങളുടെ നിസ്വനം കേട്ട്
വലിയ മഴത്തുള്ളികളെ ഒന്നും വകവയ്ക്കാതെ ഈ കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ പോവുകയാണ്. എന്താ മഴ? വാൽമീകി എഴുതിയത് 8 മാസം വാനിടം ഗർഭത്തിലിരുന്ന് പ്രസവിക്കുന്നതാണ് മഴ എന്നാണ് വാൽമീകി പറഞ്ഞത്. 8 മാസം സൂര്യൻ തന്റെ പ്രകാശം കൊണ്ട് ഇതെല്ലാം നീരാവിയാക്കി കൊണ്ടുപോകില്ലേ? വാനിടം തന്റെ ഗർഭത്തിൽ 8 മാസം ഇതിനെ ചുമന്നിരിക്കും. അത് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞാൽ വാനിടം പ്രസവിക്കൂത്രേ. അതിനെയാണ് വാൽമീകി രാമായണത്തിൽ വാൽമീകി മഴ എന്ന് പറയുന്നത്. അപ്പോഴാ മനസ്സിലാവുന്നത് കാളിദാസൻ ഒക്കെ കോപ്പിയടിച്ചതാണ്. ഉപമകളുടെ രാജാവായ കാളിദാസന്റെ ഉപമ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടുവെങ്കിൽ ഒരിക്കലെങ്കിലും വാൽമീകി രാമായണം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഉപമകളുടെ രാജാവ് വാൽമീകിയാണ്, ആദി കവിയാണ്. അച്ഛൻ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടിരുത്തി. നമുക്ക് ആശ്വസിക്കാം, കൃഷ്ണന് സുഖണ്ടായിരിക്കും അല്ലേ എന്ന് ആശ്വസിക്കാം. ഇല്ല, ശ്രീകൃഷ്ണൻ നിന്റെ അന്തകൻ അവിടെ ഗോകുലത്തിലുണ്ട് എന്ന അശരീരി കേട്ടപ്പോൾ കുട്ടികളെ കൊല്ലുന്നതിൽ, കുട്ടികളെ വട്ടം കറക്കുന്നതിൽ, കുട്ടികളെ മയക്കുന്നതിൽ PhD ഉള്ള പൂതന മുതൽ ആരംഭിച്ചു ശ്രീകൃഷ്ണനെ കൊല്ലാൻ. വല്ല സുരക്ഷയുണ്ടോ, സുഖമുണ്ടോ പാവം പിടിച്ച കൃഷ്ണന്? എത്ര എണ്ണ വന്നത്? അല്ലെങ്കിലും പിള്ളേരെ വട്ടം കറക്കാൻ പല പല വേഷങ്ങളുമായിട്ട് പൂതനകൾ നിരവധിയുണ്ട് ചുറ്റുപാടും. ആ പൂതന്മാരെ, പരിശുദ്ധന്മാരെ പോലും വഴിതെറ്റിക്കുന്ന പൂതന മുതൽ ശകടാസുരനും ബകാസുരനും തൃണാവർത്തനും തുടങ്ങി എത്ര പേരാണ് ശ്രീകൃഷ്ണനെ വധിക്കാൻ വന്നത്. വല്ല സുഖമുണ്ടോ കൃഷ്ണന്? ആ കുട്ടിക്കാലം മുഴുവൻ പ്രശ്നങ്ങളുടെ പറുദീസ. എല്ലാം കഴിഞ്ഞ് 13 വയസ്സായപ്പോൾ അക്രൂരൻ മധുരയിലേക്ക് കൊണ്ടുപോയത് അച്ഛനമ്മമാരെ കാണിക്കാനോ സുഖസമൃദ്ധമായ പട്ടണത്തിന്റെ പറുദീസ കാണിക്കാനോ അല്ല, ചതിച്ചു കൊല്ലാനായിരുന്നു. അക്രൂരൻ അറിയില്ലെങ്കിലും തയ്യാറാക്കി നിർത്തിയ ചാണൂരനും അതേ കംസനും അതറിയാമായിരുന്നു. നോക്കൂ, അവിടെയും സംഘർഷം, പ്രശ്നങ്ങൾ. അവസാനം കംസനെ കൊന്നു, കേശിയെ കൊന്നു, അങ്ങനെ കേശവനായി. എന്നിട്ട് വല്ല സുഖമുണ്ടോ? പഠിക്കാൻ പോയത് എത്രാമത്തെ വയസ്സിലാണ്? 3-3.5 വയസ്സാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിൽ ചേർക്കാൻ ഏത് വേണമെന്ന് ജനിക്കുന്നതിന് മുൻപേ ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പഠിക്കാൻ പോയത് 13-ാമത്തെ വയസ്സിലാണ്. പഠിക്കാൻ ഭാഗ്യമുണ്ടായോ? അതും കഴിഞ്ഞാൽ വല്ല സുഖമുണ്ടോ? എന്ത് സുഖം? തന്റെ ഉറ്റവരും ഉടയവരും തമ്മിൽ തല്ലുകയും ചത്തൊടുങ്ങുകയും തന്റെ കുലമായ യാദവകുലം മുച്ചൂടെ നശിക്കുകയും തന്റെ മക്കളത്രയും മരണപ്പെടുന്നത് കാണുകയും അവസാനം കാൽവിണ്ട ദിനം വരെ ആ മനുഷ്യൻ കണ്ണൻ കപടഗോപാലൻ ചെയ്തതത്രയും ജഗന്മോഹനമെന്ന് എഴുതി വെച്ചതുപോലെ എത്ര അത്യത്ഭുതമായിരുന്നു ആ ജീവിത കഥ. ഇത്രയേറെ ജീവിത പ്രശ്നങ്ങൾ നേരിട്ട മറ്റൊരു വ്യക്തിത്വം നമ്മുടെ നാട്ടിലുണ്ട്. ഒരാളെ പറ. ശ്രീരാമന് സുഖമായിരുന്നു. ജനിച്ച കാലം മുതൽ പട്ടുമെത്തയിൽ സുഖമായി. പഠിപ്പിക്കാൻ രാജാക്കന്മാര്, സുഖലോലുപതയാണ്, എല്ലാം കൊണ്ട് സമ്പന്നം, ഇത്രയേറെ വെല്ലുവിളികളില്ല. പക്ഷെ ശ്രീകൃഷ്ണനെ നോക്കൂ, ഇത്രയേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടായിട്ടും ശ്രീകൃഷ്ണൻ എവിടെയെങ്കിലും ഒരിടത്ത് കരഞ്ഞു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും കരയാത്ത വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ പറയണം, ശ്രീകൃഷ്ണനാണ്. കരഞ്ഞിട്ടില്ല, ഒരു സംശയവും വേണ്ട, കരഞ്ഞിട്ടില്ല കൃഷ്ണൻ. ആനന്ദക്കണ്ണീര് വരിക കടക്കണ്ണ് കൂടിയിട്ട, ഇതിലെ ചെവിയോട് ചേർന്ന് ഉള്ളത് കടക്കണ്ണ്. ദുഃഖം കൊണ്ട് കണ്ണുനീർ വരിക മൂക്കിനോട് ചേർന്ന. കടക്കണ്ണു കൂടി കണ്ണുനീർ വന്നാൽ അതിന് മധുരമാണ്. മൂക്കിനോട് ചേർന്ന് ദുഃഖം വന്ന് കണ്ണുനീർ വന്നാൽ അതിന് ഉപ്പ് രസമാണ്. നമുക്ക് ഏത് രസ കിട്ടാറ്? മധുരാണോ ഉപ്പാണോ? എപ്പോഴും ഉപ്പ് രസമാണ്. ആനന്ദത്തിന്റെ മധുരം നുകരുന്ന ഋഷിമാർ, തപം ചെയ്ത നിസ്വന്മാർ, ആർഷവാണിയെ, ആർഷവാടത്തെ മനോഹരമായി നമുക്ക് സമ്മാനിച്ച സനാതന ധർമ്മികൾ ഇരുന്ന് തപസ് ചെയ്യുമ്പോൾ ആനന്ദം കൊണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞ കണ്ണുനീർത്തുള്ളികൾ കടക്കണ്ണുകൂടി ഒലിച്ചിറങ്ങുമ്പോൾ കുരുവികൾ ചുമലിൽ വന്നിരുന്ന് ഒലിച്ചിറങ്ങുന്ന ഈ കണ്ണുനീർ കണ്ണിലെ ആ കൃഷ്ണമണിയിൽ തൊടാതെ ഒലിച്ചു വരുന്നത് ആ കൂർത്ത കൊക്കുകൾ കൊണ്ടവർ കൊത്തിയെടുത്ത് മധുരം പാനം ചെയ്യും. അത്രയും തപത്തിൽ ആനന്ദം ചെയ്ത ഈ നിസ്വന്മാരുടെ സമീപത്തിരുന്ന് കടക്കണ്ണിൽ നിന്ന് അവരാ മധുരം പാനം ചെയ്തത്.
നമുക്ക് ശ്രീകൃഷ്ണൻ കുചേലനെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞ് കരഞ്ഞതല്ല, കടക്കണ്ണ് കൂടിയിട്ട കണ്ണുനീർ വന്നത്. ശ്രദ്ധിച്ച് നോക്കണ്ട നമുക്ക് തോന്നിയത് കൃഷ്ണൻ കരഞ്ഞു എന്ന്. അത് കരച്ചിലല്ല സുഹൃത്തേ. വീട്ടിലൊക്കെ ഭാര്യ കരയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം ഏതിലെ കണ്ണുനീർ വരണമെന്ന്. സന്തോഷ കണ്ണീരാണോ ദുഃഖത്തിൻ്റെതാണോ എന്നൊക്കെ മനസ്സിലാക്കണം. കടക്കണ്ണ് കൂടിയിട്ട ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. നമ്മളോ ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അമ്മ TV ഓഫ് ചെയ്തു, മകള് പോയിട്ട് കെട്ടി തൂങ്ങി. അച്ഛൻ ബൈക്ക് വാങ്ങി തന്നില്ല, മകൻ പോയിട്ട് റെയിൽവേ പാളത്തിൽ തലവെച്ചു. 17% വരുന്ന MBBS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ പറ്റാതെ സിലബസിന്റെ ഭാരം കൊണ്ട് സ്ട്രെസ് വന്ന് വിഷാദ രോഗം വന്ന് ആത്മഹത്യ ചെയ്യുന്നു വർത്തമാനകാല കേരളത്തിൽ. ഒരു ചെറിയ പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായി, ആരോ എന്തോ പറഞ്ഞു, എന്തോ ദുരനുഭവം ഉണ്ടായി, ആത്മഹത്യ ചെയ്തു. ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളാണെങ്കിൽ കൃഷ്ണൻ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം? എന്റെ ഭഗവാൻ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിനെയെല്ലാം നേരിട്ട് വിജയിച്ച ജീവിച്ച മാതൃക കാണിച്ച ശ്രീകൃഷ്ണന്റെ പിൻതലമുറയ്ക്ക് ഇതെന്താ പറ്റിയത്? ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു, ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു. എന്താ പ്രശ്നം? കുറച്ച് കടവുണ്ടായി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞു കൊടുക്കണം. സമ്പന്നമായ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കണം. ജീവിതത്തിൽ ഏതൊരു പ്രശ്നവും നേരിട്ടാൽ അത് ഒരിക്കലേ പ്രശ്നങ്ങളെ നേരിടേണ്ടു. ഒരിക്കൽ നേരിട്ട് വിജയിച്ചാൽ പ്രശ്നങ്ങൾ അത്രയും വിനീത വിധേയദാസ്യരായി നമ്മുടെ കൂടെ ഇരിക്കും. പ്രശ്നങ്ങളെ എന്നാണോ ഭയന്നോടി ഒളിക്കുന്നത്, അക്കാലം അത്രയും നമ്മൾ എന്നും ഭയന്നിരിക്കും. ഒരിക്കലെങ്കിലും ആ പ്രശ്നത്തെ ഒന്ന് നേരിടൂ. ആരാണോ പ്രശ്നക്കാർ അവരെ ഒന്ന് നേരിട്ടാൽ മതി. ഒളിച്ചോടല്ലേ, പതുങ്ങി നിൽക്കല്ലേ, വിഷമിക്കല്ലേ. ശ്രീകൃഷ്ണൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ജീവിത മൂല്യം ഒരിക്കലും കരയാത്ത, ജീവിതത്തിൽ എത്ര സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും നേരിട്ട് പ്രശ്നങ്ങളെ മുഴുവൻ നേരിട്ട് വിജയിച്ച ഭഗവാനാണ് കൃഷ്ണൻ. കൃഷ്ണഭക്തന്മാരുടെ സ്ഥിതി എന്താ? ഇന്ന് എത്ര പ്രാവശ്യം കരഞ്ഞു? നമ്മുടെ കരച്ചിൽ എന്താ അറിയോ? സാരി വാങ്ങി തന്നില്ല, കരച്ചില്. സിനിമയ്ക്ക് പോയില്ല, കരച്ചില്. എന്നിട്ടോ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള വിളി കേട്ട പുളിവാറിനെടുത്ത് അടിക്കാൻ തോന്നും. ഈ കാപ്പട്യം എന്തിനാ കാണിക്കുന്നേ? ശ്രീകൃഷ്ണന്റെ ഭക്തരാണെങ്കിൽ ജീവിതത്തിൽ കരയരുത്. കരയണം. ദുഃഖിതരെ കാണുമ്പോൾ, ദൈന്യത കാണുമ്പോൾ, ദാരിദ്ര്യം കാണുമ്പോൾ, രോഗപീഡിതരെ കാണുമ്പോൾ അനുകമ്പ കൊണ്ട് മനസ്സാർദ്രമായി കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇട്ടിട്ട് വീഴണം. തീർച്ചയായും വേണം. 2, ശ്രീകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ടു പോയ ശ്രീകൃഷ്ണൻ ഈ 13 വയസ്സ് ടീനേജ് വരെ നേരിട്ടതെല്ലാം ധർമ്മമായിരുന്നില്ല. ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ. ശ്രീകൃഷ്ണൻ ആ സമയത്തെല്ലാം നേരിട്ടത് തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു. അതായത് സെൽഫ് ഡിഫൻസ് ആയിരുന്നു ശ്രീകൃഷ്ണൻ 13 വയസ്സ് വരെ ചെയ്തത്. അതൊന്നും ധർമ്മ സംരക്ഷണമല്ല, തെറ്റിദ്ധരിക്കരുത്. പൂതനയെ കൊന്നത് ധർമ്മ സംരക്ഷണമല്ല, അവനവന്റെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു. തൃണാവർത്തനെ കൊന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, സെൽഫ് ഡിഫൻസ് ആയിരുന്നു 13 വയസ്സ് വരെ. നമ്മളും അങ്ങനെ തന്നെ ഏതാണ്ട് ഒരു 10, 18, 19 ടീനേജ് കഴിയുന്നത് വരെ ധാരാളം സെൽഫ് ഡിഫൻസ് ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കണം. കരാട്ടെ, കളരി, പെൺകുട്ടികളാണെങ്കിൽ നിർബന്ധപൂർവം ഭരതനാട്യം പഠിപ്പിക്കണം. സംശയം ഉണ്ടാവില്ല. ശാസ്ത്രീയമായ നൃത്തം, ഭരതനാട്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണേ, ദയവ് ചെയ്ത്. മനുഷ്യ മനസ്സിനെ അളന്നെടുക്കാൻ ഭരതനാട്യത്തിന് പറ്റും. ശാസ്ത്രീയമായി മനുഷ്യന്റെ അംഗചലനങ്ങളും കണ്ണിലെ കൃഷ്ണമണിയുടെ ചലനം നോക്കി മറ്റൊരാളുടെ മനോവിചാരം അളന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭരതനാട്യം പഠിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭരതനാട്യം ശാസ്ത്രശുദ്ധമാണ്. ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭരതനാട്യം പഠിപ്പിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് പൂതന സ്ത്രീ മാത്രമല്ല, ഇന്ന് പൂതന്മാരും ഉണ്ട്. അത് പരിശുദ്ധന്മാരാണ്, പക്ഷെ വട്ടം കറക്കിക്കളയും നമ്മുടെ കുഞ്ഞുങ്ങളെ.
അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോകണ്ട എങ്കിൽ ഈ വഞ്ചനയുടെ ലാഞ്ചന മനസ്സിലാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരാളുടെ മനോഗതി, മനോവിചാരം, പരഹൃദയ ജ്ഞാനം അറിയണമെങ്കിൽ, അവന്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിവ് വേണമെങ്കിൽ നിർബന്ധപൂർവം അവരെ ഇത്തരം കലാവിദ്യകൾ പഠിപ്പിക്കണേ. ശ്രീകൃഷ്ണൻ സെൽഫ് ഡിഫൻസ് ആയിരുന്നു 13 വയസ്സ് വരെ. ഇതൊന്നും ധർമ്മ സംരക്ഷണാർത്ഥമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ശ്രീകൃഷ്ണന്റെ ധർമ്മ പ്രവർത്തനം ഇനി തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇടയിൽ ശ്രീകൃഷ്ണൻ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്, കാളിയമർദ്ദനം. കാളിയമർദ്ദനം ശ്രീകൃഷ്ണൻ ഒരു അവസരം വിനിയോഗിച്ചതാ. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാൽ അറിയാം. സമൂഹത്തിലൊരു പ്രശ്നമുണ്ട്. ശുദ്ധജലത്തെ മുഴുവൻ വിഷം വമിപ്പിച്ച് സസ്യജാലങ്ങളും മൃഗങ്ങളുമടക്കം സർവ്വതിനെയും കൊന്നൊടുക്കുന്ന കാളിയൻ എന്ന് പറയുന്ന ഒരു ക്രൂരനെ കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ അവരാരും വാവിട്ട് കരഞ്ഞ് ശ്രീകൃഷ്ണന്റെ മുന്നിൽ നിവേദനം കൊണ്ടുവന്നതല്ല. മറിച്ച് സമൂഹത്തിൽ ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി സമൂഹം ഒരു കാര്യം ചോദിക്കുന്നതിന് മുൻപേ ചാടിക്കടന്ന് സമൂഹത്തിലൊരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സമൂഹത്തിന് മുഴുവൻ വിശ്വാസം തന്നിലേക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ പ്രവർത്തകനിൽ നിന്ന് ഒരു പൊതു നേതാവ് രൂപാന്തരപ്പെട്ടു വന്ന പ്രക്രിയയായിരുന്നു ശ്രീകൃഷ്ണന്റെ കാളിയമർദ്ദനം. സ്വയം ചാടിയതാ. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്വയം ചാടിയതാ. എന്തിന്? തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച സമൂഹത്തിന്റെ മുന്നിൽ ശ്രീകൃഷ്ണൻ ഒരു അഡ്രസ്സ് വേണം. ഈ അഡ്രസ്സ് ശ്രീകൃഷ്ണൻ ആദ്യം ഉണ്ടാക്കിയത് കാളിയമർദ്ദനം കൊണ്ട്. അതുകൊണ്ട് കാളിയനെ കൊന്നില്ല, മർദ്ദിച്ചു പറഞ്ഞയച്ചു. ബാക്കി എല്ലാവരെയും കൊന്നു കേട്ടോ. ഇവിടെ കൊന്നില്ല, കൊല്ലേണ്ട ആവശ്യവുമില്ല. നോക്കൂ, ഇവിടെയാണ് ഒരു നല്ല കാര്യകർത്താവും നല്ല വ്യക്തിത്വം വളർന്നു വരുന്ന. സമൂഹത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിന് ഉടനടി പരിഹാരം നേടുക. അതിന് സമൂഹത്തിന്റെ യാചനയും നിവേദനവും കിട്ടാൻ കാത്തു നിൽക്കരുത്. തൻ്റെതായി ഒരു പ്ലാറ്റ്ഫോം താൻ ഉണ്ടാക്കണം. അല്ലാതെ നമ്മളെ സഹായിക്കാൻ ആരും വരില്ല. നോക്കൂ, എന്നെ സഹായിക്കാൻ ആരും വരില്ല. എന്നെ സഹായിക്കാൻ ഞാൻ മാത്രമുള്ളൂ. ഞാനായി എനിക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെക്കണം. എന്നും അച്ഛനും അമ്മയും ഉണ്ടാവില്ല. 2, ഗോവർദ്ധന ധാരണത്തെ നാം മനസ്സിലാക്കണം. ശ്രീകൃഷ്ണൻ ഗോവർദ്ധന ധാരണം എന്ന് പറയുന്നത് ഒരു ആചാര പരിഷ്കരണമാണ്. ഇന്ന് നമ്മുടെ സനാതന ധർമ്മം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏതോ കാലത്തുണ്ടായ ആചരണങ്ങളെ ഓരോ കാലം മാറുമ്പോഴും അതിനനുസരിച്ച് ആചാരങ്ങളെ പരിഷ്കരിക്കണം. ആചാരങ്ങളെ നാം പരിഷ്കരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും അനാചാരങ്ങൾ ഉണ്ടാവും. അനാചാരങ്ങൾ ദുരാചാരമായി മാറും. സമൂഹത്തിൽ ഹിന്ദു ധർമ്മത്തിനെതിരെ ചൂണ്ടുവിരൽ, ചോദ്യവിരൽ ഉയരും. ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. അതുകൊണ്ട് ആചാരങ്ങളെ പരിഷ്കരിക്കണം. ആചാര പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശ്രീകൃഷ്ണന്റെ ഗോവർദ്ധന ധാരി എന്നുള്ള ശ്രീകൃഷ്ണനെ നാം മനസ്സിലാക്കണം. ശ്രീകൃഷ്ണൻ അന്ന് വരെ ദേവേന്ദ്രന് കൊടുത്തിരുന്ന പൂജാഭാഗം പ്രകൃതിയായ ഗോവർദ്ധനത്തിന് കൊടുക്കാൻ ശ്രീകൃഷ്ണൻ കൽപ്പിക്കുകയാണ്. ഈ കൽപ്പന നടത്തുന്നവന് കൗമാരക്കാലമാണ്, മനസ്സിലാക്കണം. കൊച്ചുകുട്ടിയുടെ വാക്കുകൾക്ക് ആരും മുഖവിലയ്ക്ക് എടുക്കില്ല. പക്ഷെ ശ്രീകൃഷ്ണൻ ഉണ്ടാക്കിയെടുത്ത ഒരു നേതൃത്വ ശേഷി കൊണ്ട് ഇവന് സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭം നേടാനല്ല, സമൂഹത്തിന്റെ നന്മ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നും അവൻ അതിനു മുൻപേ കാളിയമർദ്ദനം ചെയ്ത സമൂഹത്തെ സഹായിച്ചവനാണെന്നും അവന് പ്രത്യേക ദുരുദ്ദേശങ്ങളില്ലെന്നും സമൂഹത്തിൽ നിന്ന് അവരുടേതായ ഒരു വിശ്വാസം ആർജിച്ചെടുത്ത ഒരു കുഞ്ഞ് സമൂഹത്തിന് ഒരു പരിവർത്തനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് പറയുന്ന ആ വാക്കിനെ നന്ദഗോപൻ ചോദ്യം ചെയ്തില്ല. അവിടുത്തെ ഗ്രാമമുഖ്യൻ ചോദ്യം ചെയ്തില്ല. മുതിർന്നവർ ചോദ്യം ചെയ്തില്ല. എല്ലാവരും ശ്രീകൃഷ്ണന്റെ പിന്നിൽ അണിനിരന്നപ്പോൾ, ഗോവർദ്ധനധാരി ഉണ്ടായപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ അനിഷേധ്യമായ വ്യക്തിത്വം ഉറപ്പിക്കുകയായിരുന്നു അവരുടെ മുന്നിൽ. അല്ല, അത് ശരിയാക്കി. അതിനുവേണ്ടി ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക്, ഗോകുലത്തിൽ നിന്ന്, മനസ്സിലാക്കണം, മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക്, ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനം, വൃന്ദാവനത്തിൽ നിന്ന് ദ്വാരക, ദ്വാരകയിൽ തൻ്റെതായ ഒരു കെട്ടിടമുണ്ടാക്കി അവിടെ രാജാവായി. പിന്നെ തിരിച്ച് ഇവരാരെയും കാണാൻ പോയിട്ടുമില്ല. എന്താണ് ഇനി തൻ്റെ ധർമ്മം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അന്നത്തെ കാലത്ത് സമൂഹത്തിൽ ആവശ്യമുള്ള മൂല്യങ്ങൾ മുഴുവൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. 2-3 മൂല്യങ്ങൾ മാത്രം പരിചയപ്പെടണം. ഒന്ന്, ശ്രീകൃഷ്ണന്റെ ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കണമെന്നാണ്.
ശ്രീകൃഷ്ണൻ പാലിച്ച മര്യാദകളിൽ ഒന്ന്, തന്നേക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നൊരു മര്യാദ ശ്രീകൃഷ്ണൻ ജീവിതകാലം മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഭഗവാനായ ശ്രീകൃഷ്ണന്, അവതാരവരിഷ്ഠനായ ശ്രീകൃഷ്ണന്, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന് പറയുന്ന ആ ഗുരുശ്രേഷ്ഠന് ഇതിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ ഈ ശ്രീകൃഷ്ണൻ തന്നേക്കാൾ മുതിർന്ന യുധിഷ്ഠിരനെയും ഭീമനെയും കാണുന്ന മാത്രയിൽ രണ്ടുപേരുടെയും പാദവന്ദനം ചെയ്യുമായിരുന്നു. ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ലോകമര്യാദയനുസരിച്ച് തന്നേക്കാൾ മുതിർന്നവരെ താൻ ബഹുമാനിക്കണമെന്നും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മര്യാദ കൈവിടാതെ ആ മൂല്യങ്ങളെ സംരക്ഷിക്കണമെന്നും വിചാരമുള്ള ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലൂടെ ആചരണങ്ങൾ ചെയ്യാണ്. ഒന്ന്, തന്നേക്കാൾ മുതിർന്നവരെ പാദവന്ദനം ചെയ്യും. തൻ്റെ അതേ പ്രായക്കാരനായ അർജുനനെ കണ്ടാൽ കെട്ടിപ്പിടിക്കും. നമ്മുടെ വിചാരം സായിപ്പന്മാരും മദാമിയും കെട്ടിപ്പിടിക്കലൊക്കെ പാശ്ചാത്യ സംസ്കാരമാണ്. അല്ലല്ല, നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വെച്ചിട്ട് ഇനി കാണുന്നവരെ പോയി കെട്ടിപ്പിടിക്കണം എന്നല്ല, നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ മര്യാദകൾ തന്നെയാണ്. തൻ്റെ സമപ്രായമുള്ള അർജുനനെ ആലിംഗനം ചെയ്യും. തന്നേക്കാൾ താഴെയുള്ള മാത്രേയരായ നകുല സഹദേവന്മാരെ കണ്ടാൽ ചേർത്ത് പിടിച്ച് മൂർധാവിൽ കൃഷ്ണൻ ചുംബിക്കും. തന്നേക്കാൾ താഴെയുള്ളവരെ കണ്ടാൽ ശിരസ് മുകരും. ഒരു പുരുഷനാ ചെയ്യുന്നേ, ഒരച്ഛനാ ചെയ്യുന്നേ. മക്കളെ കാണുമ്പോൾ തന്നേക്കാൾ താഴെയുള്ളവരോടുള്ള വ്യവഹാരം എങ്ങനെ വേണമെന്ന് ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുക്കുക. കുന്തിദേവിയെ, തൻ്റെ അച്ഛനെ, തൻ്റെ അമ്മയെ, വ്യാസനെ, 4 പേരെ കണ്ടാലും സാഷ്ടാംഗം പ്രണമിക്കും ശ്രീകൃഷ്ണൻ. ശരതൽപ്പത്തിൽ കിടക്കുന്ന ഭീഷ്മരെ കാണുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കും. വിതുരരെ കണ്ടാൽ സാഷ്ടാംഗം പ്രണമിക്കും. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനും കെട്ടുറപ്പിനും എന്തൊക്കെ മര്യാദകൾ പാലിച്ചാണോ ഓരോരുത്തരും ജീവിക്കേണ്ടത്, ആ ജീവിക്കേണ്ട മൂല്യങ്ങളെ മുഴുവൻ സ്വജീവിതത്തിൽ പരിപാലിച്ച് കാണിച്ച് തന്നവനാണ് കൃഷ്ണൻ. പറഞ്ഞു കൊടുക്കണ്ടേ മക്കളും? ശ്രീകൃഷ്ണനെ ഭജിക്കുമ്പോൾ, ഗുരുവായൂരപ്പനെ കാണുമ്പോൾ, കൃഷ്ണഭക്തന്മാരാകുമ്പോൾ എൻ്റെ ഭഗവാൻ ഈ സമൂഹത്തിന്റെ കെട്ടുറപ്പിനും നിലനിൽപ്പിനും ആവശ്യമായ മൂല്യങ്ങളത്രയും സ്വജീവിതത്തിൽ ചെയ്ത് പരിപാലിച്ച് വേണ്ടപ്പെട്ടവരോട് മുഴുവൻ ചേർന്ന് നിന്ന് സമൂഹ മര്യാദകളെ പാലിച്ചവനാണ് ശ്രീകൃഷ്ണൻ എന്ന് നമ്മൾ പഠിക്കണ്ടേ, മക്കളെ പഠിപ്പിക്കണ്ടേ? പോരാ, അത്ര വലിയ ആളല്ലേ കൃഷ്ണൻ, എന്നും നാമം ചൊല്ലും. എന്താ പറഞ്ഞ്? ശ്രീകൃഷ്ണൻ എന്നും അഗ്നിക്രിയകൾ ചെയ്യും, അഗ്നിഹോത്രം ചെയ്യും. ദൂരയാത്രയ്ക്ക് വേണ്ട ദൂതിന് പോകുകയാണ് ഹസ്തിനപുരത്തിലേക്ക്. ഇടയിൽ ഒരിടത്ത് താമസിച്ചു. അന്ന് രാത്രി രാവിലെ എഴുന്നേറ്റ് ശ്രീകൃഷ്ണൻ അഗ്നിക്രിയകൾ ചെയ്യുന്നതായി മഹാഭാരതത്തിൽ വ്യാസൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഭഗവാനായ ശ്രീകൃഷ്ണന്, ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണന്, സർവരുടെയും മേലെ അധീശത്വമുള്ള ശ്രീകൃഷ്ണന്, അന്നത്തെ കാലത്തിൽ ഏറ്റവും വലിയ ബാഹുബലമുള്ള ശ്രീകൃഷ്ണന്, സർവവിധത്തിലുമുള്ള സുഖ സൗകര്യങ്ങളുള്ള ശ്രീകൃഷ്ണന്, 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടും സെൻട്രലൈസ്ഡ് AC-യുമായ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ള ശ്രീകൃഷ്ണന് നാമം ജപിക്കണമെന്നും? കൃഷ്ണനൊരു സത്യം അറിയാം. എന്തൊക്കെ കഴിവ് നമുക്കുണ്ടെങ്കിലും, എന്തൊക്കെ ബലം നമുക്കുണ്ടെങ്കിലും ദേവബലത്തിന്റെ അത്രയും നമ്മുടെ മനുഷ്യബലം നിൽക്കില്ലെന്നും, ദേവയജ്ഞം ഒരു ഗൃഹസ്ഥൻ എന്ന രീതിയിൽ എല്ലാ ദിവസവും ചെയ്യണമെന്നും, എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദേവയജ്ഞം ചെയ്യണേ, ദൈവം ചൈവാത്ര പഞ്ചമം എന്ന ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ദേവശക്തി കൂടി ദേവബലം കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ അർജുന നമുക്ക് വിജയമുണ്ടാകൂ. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്നും നാമം ജപിച്ചു മരണം വരെ. വേടന്റെ അമ്പേറ്റ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ ആ ജീവിതം അത്ര കാലവും ശ്രീകൃഷ്ണൻ അഗ്നിക്രിയകളും നാമജപവും നാമസങ്കീർത്തനവും മുടക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇനി പറഞ്ഞു തരണോ? മുടക്കരുത് ദേവയജ്ഞം. ചെയ്യുക മാത്രമല്ല, ചെയ്യിപ്പിക്കുക കൂടി ചെയ്തിരുന്നു. ആചാരേ സ്ഥാപയതി. അച്ഛനമ്മമാർക്കൊരു ധർമ്മമുണ്ട്. അമ്മ ഭക്തിയുള്ളതാണ്, നല്ലത് തന്നെ. പക്ഷെ അമ്മയ്ക്ക് ഭക്തി തന്നെ ഉണ്ടായാൽ പോരാ, മക്കൾക്കും ഭക്തി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അമ്മയുടെ ഭക്തിക്കൊരു പൂർണ്ണതയുള്ളൂ.
അമ്മ 2 നേരവും കുളിക്കും, മക്കളാണ് ഒരു നേരെ കുളിക്കുള്ളൂ. അമ്മയുടെ 2 നേരത്തെ കുളി കൊണ്ട് വലിയ മേന്മയൊന്നുമില്ല. കുഞ്ഞുങ്ങളെ ഈ ആചരണത്തിൽ പാലിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും ശരിയായ ആ പദത്തിലെത്തുന്നത്. അമ്മ എന്നും ക്ഷേത്രത്തിൽ വരും, വലിയ ഭക്തിയാണ്. നിങ്ങളുടെ മക്കൾക്ക് ആ ഗുണമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് വ്യക്തിപരമായ ഭക്തി, കുടുംബ ഭക്തിയും സാമാജിക ഭക്തിയും ആകാത്തിടത്തോളം കാലം നമുക്ക് എന്തൊക്കെ സദ്ഗുണങ്ങൾ ഉണ്ടെങ്കിലും ആ ഗുണങ്ങൾ നിലനിൽക്കില്ല, തലമുറകൾ കൈമാറില്ല. ക്ലിയർ ആണ് പറഞ്ഞത്? ഒരു കുത്തിയത്. അതുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഭീഷ്മരുടെ നേതൃത്വത്തിൽ പടയണിഞ്ഞ് 11 അക്ഷൗഹിണിപ്പട കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് തയ്യാറായി അടുത്ത സൂചനയും കാത്തു നിന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ സാരഥിയായി അർജുനനെ രഥിയാക്കി നിർത്തി. ഇവിടെ കൗരവന്മാരുടെ എതിർപക്ഷത്ത് പോരാ, ധാർത്തരാഷ്ട്രന്റെ ദുർബുദ്ധികളുടെ എതിർപക്ഷത്ത് പാണ്ഡവന്മാരും അണിനിരന്നു. ഈ സമയത്ത് യുദ്ധം തുടങ്ങാൻ കുറച്ച് സമയമുള്ളപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, നമ്മൾ എത്ര സൈനിക ബലമുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും സാമർഥ്യമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ദേവബലത്തിന്റെ അപ്പുറത്ത് മറ്റൊരു ബലമില്ല. അതുകൊണ്ട് യുദ്ധം വിജയിക്കണമെങ്കിൽ ദുർഗാസ്തോത്രം ചൊല്ലണം അർജുന, ദുർഗാസ്തോത്രം ഉദീരണം ചെയ്യൂ അർജുന എന്ന് പറഞ്ഞ് അർജുനനും കൃഷ്ണനും തേർത്തട്ടിൽ നിന്ന് താഴെ ഇറങ്ങി 13 ശ്ലോകങ്ങൾ കൊണ്ട് മഹാഭാരതത്തിൽ അനുഷ്ടുപ്പ് വൃത്തത്തിൽ ദുർഗാസ്തോത്രം അർജുനനും കൃഷ്ണനും ചൊല്ലുന്നതായി മഹാഭാരതത്തിലുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്, ഏതൊരു കർമ്മം ചെയ്യുന്നതിന് മുൻപും മംഗളകരമായ പരിപൂർത്തി വേണമെങ്കിൽ ദേവകാര്യവും ദേവതാ സ്തോത്രങ്ങളും ചൊല്ലണം. പ്രതിദിനം ജീവിതത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലണം, ദേവീ മഹാത്മ്യം പാരായണം ചെയ്യണം എന്നുള്ള നമുക്കുള്ള സൂചനയാണ് ദുർഗാസ്തോത്രം ഉദീരണം ചെയ്യൂ അർജുന എന്ന് പറഞ്ഞ അർജുനനും കൃഷ്ണനും ദുർഗാസ്തോത്രം ഉദീരണം ചെയ്യുന്നുണ്ട്. എന്താ നമ്മളോട് പറയുന്നത് കൃഷ്ണൻ? ഇത് അർജുനനെ മനഃപാഠമായിരുന്നു കേട്ടോ, ശ്രീകൃഷ്ണനും മനഃപാഠമായിരുന്നു കേട്ടോ. കൃഷ്ണ പുസ്തകം ഒന്ന് തരൂ, ഞാനൊന്ന് നോക്കി വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. 50 കൊല്ലമായി ക്ഷേത്രത്തിൽ വരുന്നു, 30 കൊല്ലമായി ക്ഷേത്രത്തിൽ വരുന്നു, 20 കൊല്ലമായി ക്ഷേത്രത്തിൽ വരുന്നു. ഇതുവരെ ലളിതാ സഹസ്രനാമം അറിയില്ല എങ്കിൽ പിന്നെ എന്തിനാ വരണത്? എന്തിനാ? ഞാൻ ഈ പറഞ്ഞത് സ്ത്രീകളോടല്ല കേട്ടോ, പുരുഷന്മാരോടായിട്ട് ഈ പറഞ്ഞത്. നാമം ചൊല്ലുന്ന ഒരു അച്ഛന്റെ മകനായി ജനിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വല്ല ഭാഗ്യം വേണ്ടേ? ഉപാസകനായ ഒരു അച്ഛന്റെ മകനായി ജനിക്കാൻ കുഞ്ഞുങ്ങൾക്കൊരു ഭാഗ്യം വേണ്ടേ? എന്തൊരു മഹാഭാഗ്യം എന്നറിയോ? നാമം ജപിക്കുന്ന ഒരു അച്ഛന്റെ മകനായി ജനിക്കുക. സന്ധ്യാസമയത്ത് വീട്ടിലുണ്ടെങ്കിൽ അച്ഛൻ മാലാമന്ത്രങ്ങളിൽ പെട്ട ഈ സ്തോത്രങ്ങളെല്ലാം ചൊല്ലുന്ന ഒരു അച്ഛന്റെ മകനായി ജീവിക്കുക. സന്ധ്യാസമയത്ത് കുളിച്ച് നാമസങ്കീർത്തനം ചെയ്യുന്ന ഒരു അച്ഛന്റെ മകനായി ജനിക്കുക എന്നുള്ളതിൽ പരം ഭാഗ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേറെ എന്താവുന്നത്? നല്ല ഒരു അച്ഛൻ. ശ്രീകൃഷ്ണനും അർജുനനും ഈ കാര്യത്തിൽ നല്ല അച്ഛന്മാർ തന്നെയാണ്. പോരാ, ജയദ്രഥനെ ഞാൻ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വധിക്കുമെന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തു. പ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ അന്ന് രാത്രി എല്ലാവരും ചേർന്നിരുന്ന് മീറ്റിംഗ് നടത്തുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നാളെ രാത്രി കൊല്ലണ്ടേ ജയദ്രഥനെ, അല്ലെങ്കിൽ നീ മരണപ്പെടില്ലേ? മരണപ്പെടും കൃഷ്ണ. അർജുന, മനുഷ്യബലത്തെക്കാൾ വലുതാണ് ദേവബലം. അതുകൊണ്ട് നമുക്ക് ത്രയംബക പൂജ ചെയ്യണം അർജുന. ശ്രീകൃഷ്ണൻ ഉടനെ തന്നെ അർജുനനെയും കൂട്ടി സാക്ഷാൽ ശിവഭഗവാന്റെ ഭാവത്തിൽ ശിവഭഗവാനെ ആവാഹിച്ച് ത്രയംബക പൂജ ചെയ്യാൻ വേണ്ടി പീഠമൊരുക്കി, പീഠത്തിൽ ആ ധനുസ് എടുത്തു വെച്ച് പൂജാദ്രവ്യങ്ങൾ ഒരുക്കി പൂജ ചെയ്ത് സമ്പന്നമായ ശിവസ്തോത്രങ്ങളെല്ലാം ചൊല്ലി ത്രയംബക പൂജ ചെയ്ത് ശ്രീകൃഷ്ണൻ അവസാനത്തിൽ അർജുനനോട് പറഞ്ഞു, അർജുന, കാര്യങ്ങളെല്ലാം മംഗളകരമാണ്, സുഖമായി പോയി കിടന്നുറങ്ങൂ, നാളെ കാണാം, ചെല്ലൂ, യുദ്ധത്തിൽ നാം വിജയിക്കും, ഒക്കെ ഞാൻ ശരിയാക്കി തരാടാ, നീ അങ്ങ് പോയി നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു കൃഷ്ണന്. ആചാരേ സ്ഥാപയതി, ആചാരങ്ങളിൽ തന്റെ കൂടെയുള്ളവരെ സ്ഥാപിപ്പിക്കണം. എന്നും അമ്മ വിളക്ക് കൊളുത്ത് അല്ല, മക്കളെ കൊണ്ടൊന്ന് വിളക്ക് കൊളുത്തിപ്പിക്കപ്പ. ഞാൻ പറഞ്ഞ കേൾക്കണില്ല എന്ന് തൊട്ടാ എന്നാ പറയാൻ തുടങ്ങിയേ?
17 വയസ്സായിട്ടോ. ദയവ് ചെയ്ത് ആചാരേ സ്ഥാപയതി. ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ മുഖ്യമായിരുന്നു ദേവയജ്ഞം. ശ്രീരാമചന്ദ്രനെ നമ്മൾ കണ്ടു പഠിക്കണം. ശ്രീരാമൻ 13-ാം വയസ്സിലാണ് ശ്രീരാമചന്ദ്രനെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാമിത്ര മാമുനി കൊണ്ടുപോകുന്നത്. 65-70 വയസ്സുള്ള വന്ധ്യവയോധികനായ ആ വൃദ്ധൻ 13 വയസ്സുള്ള ഇത്തിരിയില്ലാത്ത ഈ രാമനെയും കൊണ്ട് ആ സരയൂ നദിയുടെ മണൽത്തിട്ടയിൽ കിടത്തിയുറക്കി പിറ്റേ ദിവസം രാവിലെ വിളിച്ചുണർത്തുന്ന ഒരു ഉണർത്തലുണ്ട്. കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്വകം എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്നുണ്ട്. വിളിച്ചുണർത്തൽ അവിടെ നിൽക്കട്ടെ, അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് ദൈവമാന്വകം. രാമ എഴുന്നേൽക്കും, നമുക്ക് ദേവകാര്യങ്ങൾ ചെയ്യാം, തേവാരം ചെയ്യാം, കുളിയും തേവാരം ഒക്കെ ചെയ്യാം, അതുകൊണ്ട് എഴുന്നേൽക്കൂ. കുളിയും തേവാരം കേട്ടിട്ടുണ്ടല്ലോ. എന്താ ഈ തേവാരം? തേവരുടെ കാര്യമാണ് തേവാരം, ദേവന്റെ കാര്യമാണ്. ഈശ്വര പൂജ ചെയ്യാമെന്ന് 13 വയസ്സുള്ള ശ്രീരാമചന്ദ്രനെ വിശ്വാമിത്ര മാമുനി ട്രെയിനിങ് കൊടുക്കുക. കുഞ്ഞുങ്ങളോട് തുടർച്ചയായ ഒരു കാര്യം പറയണമെന്ന് വിശ്വാമിത്രൻ അറിയാവുന്നത് കൊണ്ട് രാമനെ കൊണ്ടുപോയ 10 ദിവസവും വിശ്വാമിത്രൻ തുടർച്ചയായി രാമന്റെ കർണപുടങ്ങളിലേക്ക് മനോഹരമായ ആ മന്ത്രം ചൊല്ലിയിരുന്നു. കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്വകം 2, 3, 4, 5. ഈ ദേവയജ്ഞം മുടക്കല്ലേ രാമ, മുടക്കല്ലേ രാമ, മുടക്കല്ലേ രാമ. രാമന്റെ ജീവിതം മുഴുവൻ നിങ്ങളൊന്ന് നോക്കൂ. ശ്രീരാമചന്ദ്രൻ എത്ര നേരം വൈകിയാലും, എത്ര ക്ഷീണിച്ചാലും, എത്ര വിശന്നാലും ശ്രീരാമചന്ദ്രൻ ദേവകാര്യം മുടക്കിയിട്ടില്ല. വനവാസത്തിന്റെ സമയത്ത് രാത്രി സമയം മുനിമാരോടൊപ്പം കഥകൾ പറഞ്ഞിരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നെ പറയുന്നു, ഇതാ സന്ധ്യാദേവി വന്നു ചേർന്നിരിക്കുന്നു, നിദ്രാദേവിയുടെ പ്രയാണവും ആരംഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഉറങ്ങുകയല്ലേ. എല്ലാവരും എഴുന്നേറ്റപ്പോൾ രാമൻ സന്ധ്യാവന്ദനാദി ക്രിയകൾ ചെയ്ത് നിദ്രാദേവിയെ പുൽകി എന്ന് വാൽമീകി എഴുതിയിട്ടുണ്ട്. നേരം വൈകിയെങ്കിലും രാമൻ ഒരിക്കൽ പോലും ദേവകാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ശ്രീരാമചന്ദ്രന്റെ ജീവിതം മുഴുവൻ ദേവകാര്യത്തിൽ അടിയുറച്ചതായിരുന്നു. രാമന്റെ മരണത്തെ വിവരിക്കുന്നുണ്ട് വാൽമീകി മാമുനി. അന്ന് രാവിലെ എഴുന്നേറ്റു, ഇന്ന് മരണത്തെ പുൽകാൻ പോവുകയാണ്. മരണദേവതയെ പേടിച്ചിരുന്നവനല്ല രാമൻ, മരണദേവതയെ അങ്ങോട്ട് പോയി പുൽകാൻ വേണ്ടി പ്രഭാതത്തിൽ എഴുന്നേറ്റ് സന്ധ്യാവന്ദനാദി ക്രിയകളെല്ലാം ചെയ്ത് വേദമന്ത്രങ്ങൾ ഉദ്ഘോഷിച്ച് വെള്ളവസ്ത്രം ധരിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു മരണത്തെ പുൽകാൻ പോകുന്നത് ചിരിച്ചുകൊണ്ടാണ്. കൂടെയുള്ള സമൂഹമോ ശ്രീരാമനോടൊപ്പം നാമം ജപിച്ച് ചിരിച്ചുകൊണ്ട് ഞങ്ങളും മരണത്തിന്റെ ദേവതയെ പുൽകാൻ വരുന്നു രാമ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവുകയാണ്. ശ്രീരാമ ജീവിതം നോക്കണേ. എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിച്ചത് എന്നറിയണമെങ്കിൽ അദ്ദേഹം എങ്ങനെ മരണത്തെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. സമ്പന്നമായ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, ആനന്ദത്തോടെ മരണത്തെ പുൽകുമ്പോഴാണ് എങ്ങനെയാണ് കഴിഞ്ഞുപോയ ജീവിതം എന്ന് മനസ്സിലാക്കുക. ഇവിടെ മരണമെന്ന് കേട്ടാൽ നമ്മുടെ ബോധം പോകും. മരണദേവതയെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച ശ്രീരാമചന്ദ്രന്റെ പിന്തലമുറയ നമ്മൾ. ആ രാമൻ മരണദേവതയെ സ്വീകരിച്ചത് ചിരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാ? ജീവിതത്തിൽ ചെയ്യാവുന്ന തന്റെ ധർമ്മങ്ങളെല്ലാം ഈ 55 വയസ്സിനുള്ളിൽ ചെയ്തു തീർത്ത് ആനന്ദപൂർവം അദ്ദേഹം മരണത്തെ ചിരിച്ചുകൊണ്ട് മരണദേവതയെ പുൽകുകയാണ്. ആ കാലം അത്രയും മരണത്തിന്റെ അടുത്ത സെക്കൻഡ് വരെ രാമൻ ദേവയജ്ഞം മുടക്കിയിട്ടില്ല. എന്താ ഇതെല്ലാം പഠിപ്പിക്കുന്നേ? ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന എത്രയുണ്ടെങ്കിലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുക, ജീവിതത്തിലുള്ള സംഘർഷങ്ങളെ മുഴുവൻ വിജയിക്കുക, ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും രോഗപീഠകളും ഉണ്ടാകുമ്പോഴും തളർന്നൊട്ടി താഴെയിരിക്കാതെ ഉഗ്രവീര്യത്തോടെ എഴുന്നേൽക്കുക. ഇങ്ങനെ ചെയ്ത ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ അവസാനത്തൊരു കാര്യം 2 മിനിറ്റ് കൊണ്ട് പറയട്ടെ. ആ കൃഷ്ണന്റെ രൂപം തന്നെയാണ് കൃഷ്ണന്റെ ജീവിതം. ഏതൊരു ദേവതയെ നാം പൂജിക്കുമ്പോഴും ദേവതയുടെ രൂപത്തെ മനസ്സിലാക്കണം. ദേവതയ്ക്ക് നമ്മളോട് പറയാനുള്ളത് ആ ദേവതയുടെ രൂപമാണ്. രൂപം നോക്കിയാണ് ദേവതയുടെ ജീവിത തത്വത്തെ മനസ്സിലാക്കേണ്ടത്. മഹാവിഷ്ണുവിനെ പൂജിക്കുമ്പോൾ മഹാവിഷ്ണുവിന് 4 കൈകളുണ്ട്. 4 കൈകളിലും ഉപകരണങ്ങളുണ്ട്.
രണ്ട് കൈകളിൽ സമാന സ്വഭാവമുള്ളതാണ് ഉപകരണങ്ങൾ. ശംഖിനും താമരയ്ക്കും സ്വഭാവം ഒന്നാണ്, ചക്രത്തിനും ഗദയ്ക്കും സ്വഭാവം മറ്റൊന്നാണ്. ചക്രവും ഗദയും സൂചിപ്പിക്കുന്നത് മസിൽ പവറിൻ്റെതാണ്, പോരാട്ടത്തിൻ്റെതാണ്, വീര്യത്തിൻ്റെതാണ്, പരാക്രമണത്തിൻ്റെതാണ്, ധീരതയുടേതാണ്. അത് ക്ഷാത്രവീര്യത്തിൻ്റെതാണ് ചക്രവും ഗദയും. ചക്രം കൈവിട്ടുപയോഗിക്കുന്നതും ഗദ കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നതുമാണ്. അപ്പോൾ ഒന്ന് അസ്ത്രവും മറ്റൊന്ന് ശസ്ത്രവുമാണ്. വിഷ്ണുവിന്റെ കയ്യിലുള്ള രണ്ടെണ്ണവും ശസ്ത്രാസ്ത്രങ്ങളുടെ സമ്മേളിത രൂപമാണ് ശ്രീ വിഷ്ണുവിന്റെ രണ്ട് കൈകളിൽ. മറ്റ് രണ്ട് കൈകളിൽ നോക്കൂ, താമരയും ശംഖുമാണ്. താമരയും ശംഖും സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, സമത്വത്തിന്റെ, സമന്വയത്തിന്റെ, അങ്ങനെയുള്ള ഒരു ശാന്തിയുടെ, പ്രേമത്തിന്റെ, ഒരു ബ്രാഹ്മ തേജസ്സിന്റെ പ്രതീകമാണ്. മഹാവിഷ്ണു ആരാണ്? മഹാവിഷ്ണു പ്രപഞ്ച പരിപാലകനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്നവനാണ്. അല്ല, നല്ല മാനേജറാണ്, നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്, നല്ല ഭരണ നൈപുണ്യമുള്ള പ്രധാന സേവകനാണ്, നല്ല പ്രതിരോധ മന്ത്രിയാണ്, അല്ല നല്ല പ്രധാനമന്ത്രിയാണ്. എന്ത് വേണം കയ്യിൽ? ഇതം ബ്രാഹ്മ്യം ഇതം ക്ഷാത്രം. ഒരു വശത്ത് ക്ഷാത്രവീര്യവും മറുവശത്ത് ബ്രാഹ്മവീര്യവും വേണം. എന്താ ബ്രാഹ്മം? അറിവിൽ ഉയർന്നവനായിരിക്കണം. എന്താ ക്ഷാത്രം? മസിൽ പവർ ഉണ്ടായിരിക്കണം. മസിൽ പവർ മാത്രം ഉണ്ടായാൽ പോരാ, അറിവും ഉണ്ടായിരിക്കണം. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, അറിവ് മാത്രം ഉണ്ടായിരുന്ന കാലത്താണ് ഈ ഭാരതത്തിന്റെ ഉത്തമാംഗമായ ശിരസായ കാശ്യപ പ്രജാപതിയുടെ സ്വന്തം കാശ്മീരത്തിന്റെ പടയെടുത്ത ശത്രുക്കൾ ചീറിപ്പാഞ്ഞു വന്നത് മുഴുവൻ ആ ജമ്മു കാശ്മീരം ചേർന്നിട്ടാണ്. അതൊരു വേനൽക്കാല വസതിയല്ല, അതൊരു സുഖലോലുപതയുടെ കേന്ദ്രമല്ല. ഈ ഭാരതത്തിന്റെ സുരക്ഷയുടെ കാവൽ ഗോപുരമാണ്. ആ ഗോപുരസ്ഥാനത്ത് കൂടിയിട്ടാണ് ശത്രുപാളയത്തിൽ നിന്ന് എല്ലാവരും ഇരച്ചു കയറിയത്. ആ ശത്രുപാളയം സുരക്ഷയുള്ളതായിരിക്കണം. അതിന് നല്ല ഭരണാധികാരിക്ക് ക്ഷാത്രവും ബ്രാഹ്മവും വേണം. ഇതാണ് മഹാവിഷ്ണു. മഹാവിഷ്ണു നല്ല വാർഡ് മെമ്പറാണ്. ഭരണനിർവഹണം ചെയ്യുന്നവൻ മഹാവിഷ്ണുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നവൻ മഹാവിഷ്ണുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നല്ല അമ്മ, നല്ല അച്ഛൻ, മഹാവിഷ്ണുവാണ് ആരാധ്യ ദേവത. ഇതല്ലേ ശ്രീകൃഷ്ണനും? ശ്രീകൃഷ്ണന്റെ രൂപം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ശ്രീകൃഷ്ണന്റെ 4 കൈകളിൽ ഒരു കൈയിൽ ചക്രവും മറുകൈയിൽ ചമ്മട്ടിയുമുണ്ട്. മറ്റൊരു കൈയിൽ മയിൽപീലിയുണ്ട്, തലയിൽ മയിൽപീലിയുണ്ട്, ഒരു കൈയിൽ ഓടക്കുടലുമുണ്ട്. മയിൽപീലിയും ഓടക്കുടലും ശാന്തിയുടെയും ആർദ്രതയുടെയും വിശ്വപ്രേമത്തിന്റെയും സങ്കല്പമാണ്. എന്നാൽ ചമ്മട്ടിയും സുദർശനവുമോ? ചമ്മട്ടിയും സുദർശനവും ക്ഷാത്രമാണ്, മസിൽ പവറാണ്, പോരാട്ടത്തിന്റെയും ധീരതയുടെയും പര്യായമാണ്. ഒറ്റനോട്ടത്തിൽ വൈവിധ്യവും വൈരുദ്ധ്യവുമായ ശ്രീകൃഷ്ണന്റെ ജീവിതം കണ്ടാൽ നമുക്കറിയാം, ശ്രീകൃഷ്ണൻ ക്ഷാത്രത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ദേവതയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ശ്രീകൃഷ്ണ ഭക്തനാകാൻ പറ്റൂ. ശ്രീകൃഷ്ണ ഭക്തനാകുന്നത് ഏകാദശി തോറ്റിട്ടല്ല. ശ്രീകൃഷ്ണ ഭക്തനാകുന്നത് സാഷ്ടാംഗം കൃഷ്ണന്റെ മുന്നിൽ വീണിട്ടല്ല. ശ്രീകൃഷ്ണ ഭക്തനാകുന്നത് ഈ ക്ഷാത്രവീര്യവും ബ്രാഹ്മ തേജസ്സും ഒരുമിച്ച് ചേരുമ്പോഴാണ്. ഓടക്കുടലും മയിൽപീലിയും ഈ ബ്രാഹ്മ തേജസ്സാണെങ്കിൽ ചമ്മട്ടിയും സുദർശനവും ക്ഷാത്രമാണ്. ശ്രീകൃഷ്ണൻ അത്യുജ്വലനായ വ്യക്തിത്വമാണ്. ആ ശ്രീകൃഷ്ണൻ നമ്മുടെ മുന്നിൽ നിരവധി തരത്തിലുള്ള ജീവിത മൂല്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി ശ്രീകൃഷ്ണന്റെ പരിപൂർണ ജീവിതത്തെയും നാം 4 ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായി നമ്മളുടെ ഈ ഒരു സമയത്തെ കാണണം. പറഞ്ഞതിൽ 6 മിനിറ്റ് കൂടി 8:26 എന്നുള്ളത് കൊണ്ടും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച ജീവിത മൂല്യങ്ങൾ ഇതല്ല കേട്ടോ, പറഞ്ഞു തുടങ്ങിയ നിരവധിയുണ്ട്. കൃഷ്ണനെ കേവലം ഒരു പാട്ടുകാരനോ ഓടക്കുഴലൂതിയവനോ ഒക്കെയാണ് കൃഷ്ണൻ. പക്ഷേ മുതിർന്ന് വരുന്ന സമയത്ത് രാധാകൃഷ്ണനിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന് നാം ഗീതാകൃഷ്ണനെ സ്വീകരിക്കണം. വയസ്സെത്രയാ? 52. ഇപ്പോഴും ആരാ മനസ്സിൽ? രാധാകൃഷ്ണൻ, രാസലീല, വൃന്ദാവനം. വയസ്സ് 52, 62 ആയില്ലേ? ഉണ്ട്. ഇനി ഗീതാകൃഷ്ണനെ കുറിച്ച് ചിന്തിക്കൂ. അത് കൗമാരക്കാര് അതൊക്കെ അങ്ങോട്ട് ആലോചിക്കട്ടെ. കൗമാരക്കാര് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കട്ടെ. നല്ല യൗവനമൊക്കെ ഉള്ളവര് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കട്ടെ. വയസ്സ് 40 കഴിഞ്ഞില്ലേ? ഉണ്ട്. എന്നാൽ ഇനി ഗീത പഠിക്കും. ഗീത പറയാനാ കൃഷ്ണൻ ജനിച്ചത്. ഭഗവത്ഗീത പറയാനാ കൃഷ്ണൻ ജനിച്ചത്. ഗീതാകൃഷ്ണനിലേക്ക് കൂടി നാം എത്തണം.
അതുകൊണ്ട് രാധാകൃഷ്ണനിൽ നിന്ന് ഗീതാകൃഷ്ണനിലേക്കുള്ള പ്രയാണത്തിന് നാന്തി കുറിക്കാനുള്ള ഒരു വേളയായി, സന്ധ്യയായി നമ്മൾ ഈ ഒരു ഭാഗവത സപ്താഹ വേദിയെ കാണണം. ഭഗവത്ഗീത പഠിക്കണം. ഗീത നമ്മളുടെ മുഖ്യ ഗ്രന്ഥമായി മാറണം. ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും രാമായണവുമാണ് ഭാരത സംസ്കൃതിയെ രൂപപ്പെടുത്തിയത്. ഭാരതം ഒരു രൂപമാണെങ്കിൽ ആ രൂപത്തെ പുഷ്ടിപ്പെടുത്തിയത് വ്യാസനും വാൽമീകിയുമാണ്, രാമായണവും മഹാഭാരതവുമാണ്. ഈ കാര്യത്തെ മനസ്സിൽ ഉറപ്പിച്ച് ശ്രീകൃഷ്ണനെ ഈ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതാണ് പറയാൻ. കുറെ അധികം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് പറഞ്ഞ കുറെ അധികം ചിതറിയ ചിന്തകൾ മാത്രമാണ് പങ്കുവെച്ചത്. പക്ഷെ അറിവുള്ളവർ, കഴിവുള്ളവർ, പ്രൗഢരായവർ, ശ്രേഷ്ഠരായവർ, വിജ്ഞാനികളായവർ, അങ്ങനെയുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നവർ. അവർക്ക് അത് ഓരോന്നും ചേർത്ത് കോർത്ത് നല്ല ഹാരമാക്കി ഭഗവാന്റെ കഴുത്തിൽ അത് അണിയിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കേവലം 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ഏത് രീതിയിൽ വേണം അനുവർത്തിക്കാൻ എന്നുള്ള ഒരു വലിയ ചിന്ത ഈ ചുരുങ്ങിയ നേരം കൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച സതീശേഖരൻ, പായിപ്പാട് പുത്തങ്കാവ് ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു.